المؤمن يموت بعرق الجبين صدق شفيعنا رسول الله صلى الله عليه وسلم أصلي صلاة قدس الله سره العزيز. അവരുടെ ആണ്ടിനോടനുബന്ധിച്ച് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ സദുദ്യമം പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജീവനുള്ളതിനും ഇല്ലാത്തതിനും ഒരു ഒടുക്കവും മടക്കവും തീരുമാനിച്ചിട്ടുണ്ട്. ഒടുക്കവും മടക്കവും ഇല്ലാത്ത ഒരു ഷൈഉം ഇല്ല. അല്ലാഹു ഒഴികെ ആലമിന്റെ പരിധിയിൽപ്പെട്ട, ലോകത്തിന്റെ പരിധിയിൽപ്പെട്ട മുഴുവൻ വസ്തുക്കളും നിശ്ചലമാകുന്ന അവയുടെ സൗന്ദര്യത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് യാത്രയാക്കപ്പെടുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. ഇവിടെ മുസ്ലിങ്ങളായ നാം അല്ലാഹുവിന്റെ മുന്നിൽ വളരെ വിനയത്തോടെ ആരാധന നടത്തുന്നതിന്, വളരെ ഭംഗിയായി അല്ലാഹുവിനെ അനുസരിക്കുന്നതിന്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി നമ്മുടെ മടക്കമാണ്. മടക്കമില്ലായിരുന്നെങ്കിൽ മറ്റൊരു യാത്ര നമുക്കാർക്കും നിശ്ചയിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും മനുഷ്യൻ ഇവിടെ തലകുനിക്കുകയില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, ലൗലാ സലാസുൻ, മൂന്ന് കാര്യങ്ങളില്ലായിരുന്നുവെങ്കിൽ മാ തുഅത ഇബ്നു ആദം റഅസഹു, മനുഷ്യൻ അവന്റെ തല, അവന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവയവങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ച് സുജൂദും റുക്കൂഉം ചെയ്ത് ആരാധന നിർവഹിക്കില്ലായിരുന്നു. മൂന്ന് കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് പേടിച്ചുകൊണ്ടും അതിൽ ഖൈർ വരാൻ വേണ്ടിയും ആ മൂന്ന് വിഷയങ്ങളിലും അല്ലാഹു തആല നമ്മെ പൊരുത്തപ്പെടാനും ഈ ആരാധന നിമിത്തമാണ്. അതിലൊന്ന് അൽ മറദു, രോഗമാണ്. രോഗം അത് ശാന്തമാകുന്നതിനും ശിഫയാകുന്നതിനും ആരാധന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ ആ ഭാഗം നീട്ടി സംസാരിക്കുന്നില്ല. രോഗം ഒരു മനുഷ്യനെ പിടികൂടുമോ എന്ന പേടിയോടുകൂടെ അവൻ ധാരാളം സുകൃതങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. കാരണം രോഗിയായി കിടക്കുന്ന ഒരാൾക്ക് പലപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ആരാധനകൾ ഭംഗിയായി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ നേരത്തെ ആരാധന നിർവഹിച്ചു പോരുന്ന മുസ്ലിം സഹോദരീ സഹോദരന്മാർ രോഗഗ്രസ്തരായി കിടന്നാൽ അവർക്ക് നഷ്ടമൊന്നും വരാനില്ല. ഒരു 10-25 വർഷത്തോളം ഫർള് നിസ്കാരങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളും ഇത്യാദി നിർബന്ധവും ഐച്ഛികവുമായ മേഖലകളിൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തി ഊർജ്ജസ്വലതയോടെ ജീവിച്ച ആളാണെങ്കിൽ അയാൾ രോഗഗ്രസ്തനായി കിടക്കുകയാണ്. ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്നില്ല. ക്ലിയറായി അദ്ദേഹത്തിന് ഓർമ്മശക്തി പോലും ഇല്ല. കൂടുതൽ പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും കുത്തിബത്ത് ലഹു മാ കാന യഅമലു ഫീ സിഹ്ഹതിഹി, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആരോഗ്യകാലത്ത് എന്തെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നോ അതിന്റെ ആ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഇപ്പോഴും ആ സമയങ്ങൾക്ക് കൂലി കണക്കാക്കി കൊടുക്കുന്നുണ്ട്. ആരോഗ്യമുള്ള സമയത്ത് എന്നും സുബ്ഹിക്കും ജമാഅത്തിനും വഅദിനും ദിക്റിനും സ്വലാത്തിനും ഖുർആനോത്തിനും ഇങ്ങനെ ഒരുപാട് നന്മകൾക്ക് സമയം കണ്ടെത്തിയ ആളാണ്. ഇന്ന് ക്ഷീണം കാരണം വിശ്രമത്തിലാണ്. നഷ്ടമൊന്നും ആ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാഴ്ച ശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടുപോയി. ഉള്ള സമയത്ത് നന്നായി
സമ്പാദിച്ചുകൊണ്ട് സമയത്തിന്റെ വില മനസ്സിലാക്കി ഖുർആനിലേക്ക് കണ്ണും നട്ടിരുന്നവനാണെങ്കിൽ, ആ ജീവിതകാലത്ത് 1 മണിക്കൂറാണ് ഒരു ദിവസം അങ്ങനെ ചെലവഴിച്ചിരുന്നത് എങ്കിൽ, ഈ ആരോഗ്യ മോശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ആ 1 മണിക്കൂറിന്റെ പ്രതിഫലം അല്ലാഹു തആല കണക്കാക്കി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരോഗ്യമുള്ള സമയത്ത് ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്നതിന് വളരെ സജീവമായി മുന്നോട്ട് നീങ്ങിയ ആളാണ് അദ്ദേഹം. ചെറിയൊരു അപകടം പറ്റി കിടപ്പിലായി. നിവർന്ന് നടക്കാൻ എനിക്ക് കഴിയില്ലെന്ന് എല്ലാവരും വിധി എഴുതി. അങ്ങനെ എത്ര കാലം കടന്നാലും ആരോഗ്യകാലത്ത് അനുഷ്ഠിച്ച പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെ എഴുതി രേഖപ്പെടുത്തി കണക്കാക്കപ്പെടും. അപ്പൊ രോഗം വരുന്നതിന്റെ മുമ്പ് ഞാനിതൊക്കെ ചെയ്തു തീർക്കട്ടെ എന്ന ചിന്തയോടുകൂടെയാണ് സർവ്വ ഇബാദത്തുകളിലേക്കും മനുഷ്യൻ അവന്റെ സമയം ചെലവഴിക്കുന്നതും ശരീരം തിരിക്കുന്നതും. ഒന്ന്. രണ്ടാമത്തെ ഒന്ന് അൽ ഫഖ്റു, ദാരിദ്ര്യമാണ്. പലപ്പോഴും മനുഷ്യന്റെ അവസ്ഥകൾ മാറി വരും. നല്ല സമ്പന്നരായ ആളുകൾ എന്തെങ്കിലും ഒരു ചെറിയ വിഷയത്തിന്റെ പേരിൽ പിറകോട്ടടിച്ച് അയാൾക്ക് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും. അതിനു മുമ്പ് കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കട്ടെ, ചെയ്യേണ്ട ഫർളായ കർമ്മങ്ങൾ ഞാൻ ചെയ്യട്ടെ, എനിക്കൊരു പക്ഷേ ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചുകൊണ്ട് മനുഷ്യൻ മുന്നേറും. മൂന്നാമത്തെ ഒന്ന് അൽ മൗത്ത്, മരണമാണ്. മരണം വരും. ഇന്ന് നാളെ എന്ന് പറയുന്ന രീതിയിൽ സെക്കൻഡുകൾ മാറി മാറി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ മടക്കമാകുന്ന മരണം. ആ മരിക്കുന്ന രംഗത്ത് ഈമാനുള്ള മനുഷ്യൻ പോകും പോലെ പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തൽവിഷയകമായി അല്പം സംസാരിക്കാനാണ് ഈ ചെറിയ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല മരണങ്ങൾ കാഴ്ചവെക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും. അതൊരു ചെറിയ വിഷയം അല്ല, ഒരു സംഭവമാണ്. മരണം റാഹത്തായി കഴിഞ്ഞാൽ, സന്തോഷത്തോടെ പിരിയാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അതിനുശേഷം വരുന്ന സംഭവ വികാസങ്ങളിൽ നമുക്ക് എളുപ്പം ലഭിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരുപാട് സ്വാധീനങ്ങളും ശക്തിയും സമ്പത്തും ആൾക്കൂട്ടവും ഉണ്ടായിരുന്ന പഴയകാലത്തെ മക്കയിലെ പ്രതാപമുള്ള നേതാവായിരുന്നു അബൂജഹൽ. അംർ ഇബ്നു ഹിഷാം എന്നാണ് അവന്റെ പേര്. അവനെത്ര ആൾബലമുണ്ടായിരുന്നു! ആ ആൾബലത്തിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവൻ വെല്ലുവിളിച്ചു, എനിക്കൊരുപാട് സാമാജികരുണ്ട്, പെട്ടെന്നൊന്നും എന്നെ ചെയ്യാൻ നിങ്ങൾക്കൊന്നും കഴിയില്ല. അല്ലാഹു തആല പറഞ്ഞു, ഫല്യദഉ നാദിയ, സാമാജികരെ മൊത്തം വിളിക്കട്ടെ, സനദഉ സബാനിയ. കാണാത്ത കുറെ ആളുകളും ശക്തിയും ഇവിടെയുമുണ്ട്, സബാനിയാക്കളായ മലക്കുകളുണ്ട്. പ്രതിരോധത്തിന് വേണ്ടി, പ്രതികാരത്തിന് വേണ്ടി അങ്ങനെ വിളിക്കുകയാണെങ്കിൽ സബാനിയാക്കൾ വന്ന്, ആ മലക്കുകൾ വന്ന് അവന്റെ ശരീരം തുണ്ടം തുണ്ടമായി പിറിച്ചെടുത്ത് വലിച്ചെറിയും. അതവന് കാണേണ്ടി വരും. പക്ഷെ അവൻ വിളിച്ചില്ല. ഇങ്ങനെ എല്ലാ സ്വാധീനവും ഉള്ള ആ അബൂജഹൽ മരണമടഞ്ഞതിന് ശേഷം, ബദറിൽ അവന്റെ ജീവിതം അവസാനിപ്പിച്ച ശേഷം, ശത്രുപക്ഷത്ത് നിന്ന് പോരാട്ടത്തിൽ 2 ചെറുപ്പക്കാരവനെ വധിച്ച ശേഷം, മൊത്തത്തിൽ പങ്കാളികളായവര് 5 ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കം, മലക്കുകളും അടക്കം ഉള്ള ആളുകൾ അവനെ പണി തീർത്ത ശേഷം, ജീവിതത്തിൽ നിന്ന് അവന്റെ സുഖങ്ങളെല്ലാം വിരമിച്ചതിനു ശേഷം പിന്നീട് പരലോകത്തേക്ക് വരുന്ന മടക്കപ്പെടുന്ന ദിനം വരെ അവന് ഒരു സുഖവുമില്ല. ഞാനത് വെറുതെ പറഞ്ഞതല്ല. മരണം നല്ല നിലക്കാണെങ്കിൽ പിന്നെ പിൽക്കാലത്തുള്ള ജീവിതമൊക്കെ നല്ല സുഖസുഷുപ്തിയിലാണ്. അള്ളാഹു നമ്മുടെ മരണം നല്ല നിലക്കാക്കി തരട്ടെ, ഖൈറാക്കി തരട്ടെ, ഈമാനോടുകൂടിയാക്കി തരട്ടെ. അബൂജഹല് അവന്റെ ശരീരം പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചു നീക്കപ്പെട്ട ശേഷം ആ പരിസരത്തുകൂടെ സായാഹ്നത്തിൽ കടന്നുപോകുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഒരു രംഗം കാണുകയാണ്. ആ പൊട്ടക്കിണറിന്റെ പുറത്ത്, അതിന്റെ കെട്ടി പൊന്തിച്ചിരിക്കുന്ന ഭാഗത്ത് ഒരാളെ ഇരുത്തിയിട്ടുണ്ട്. നല്ല ഹൈറ്റും തടിയും ഉള്ള ഒരാൾ. അപ്പുറത്ത് ഒരാൾ നിന്നുകൊണ്ട് വലിയൊരു ദണ്ടുകൊണ്ട്
എനിക്ക് വെള്ളം വേണം, അടുത്തേക്ക് മാടി വിളിക്കുകയാണ്. ഈ രംഗം കണ്ട് മഹാനവർകൾ ഭയവിക്കുലയോടുകൂടെ നടന്നു പോകുന്നു. ഒന്നും സംസാരിച്ചില്ല, മറുപടി കൊടുത്തില്ല, അങ്ങോട്ട് പോയി നോക്കിയില്ല. കാണുന്ന മാത്രയിൽ വല്ലാത്ത പേടി തോന്നുന്ന ഒരു രംഗം. അടി കിട്ടുന്ന സമയത്ത് പിന്നീട് ആളെ കാണുന്നില്ല. കുറെ കഴിഞ്ഞ് വീണ്ടും പൊങ്ങി വരുന്നു, വീണ്ടും അടി കിട്ടുന്നു. ഇത് ഖബറിന്റെ ഉള്ളിലല്ല, പുറത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. സാങ്കല്പിക കഥയുമല്ല, യാഥാർത്ഥ്യമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു വേഗം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്ന് രംഗം പറഞ്ഞപ്പോ പറഞ്ഞു, അതാരാ ആളെന്നറിയുമോ? ആ കിണറിന്റെ പുറത്തിരുത്തി ശക്തമായ ദണ്ടുകൊണ്ട് തലക്കടിച്ച് തായോട്ട് താഴ്ത്തുന്ന ആള് ആരാണെന്നറിയുമോ? അബൂജഹൽ. അത് അള്ളാഹുവിന്റെ ശത്രുവായ അബൂജഹലാണ്. ഫഹുവ യുഅസ്സബു ബിഹാദാ ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഇതേ ശിക്ഷ അവൻ അനുഭവിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ജീവിതത്തിൽ വലിയ സുഖസുഷുപ്തിയിൽ കഴിഞ്ഞവനാണ്. പക്ഷേ ഈമാൻ എന്ന് പറയുന്ന വലിയ നിഅമത്തിന്റെ മുന്നിൽ പലപ്പോഴും അവനെ ആട്ടി തെളിച്ചു കൊണ്ടുവന്ന് നിർത്തി ബോധ്യപ്പെടുത്തിയിട്ടും ഒരിക്കൽ പോലും ആ ഒരു വിഷയത്തിൽ സമ്മതം മൂളാതെ, ഒന്ന് സമ്മതിക്കുക പോലും ചെയ്യാതെ, ഒന്ന് സഹകരിക്കുക പോലും ചെയ്യാതെ അവസാന ശ്വാസം വലിക്കുന്നതിന്റെ തൊട്ടു മുമ്പും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ഏറ്റവും വലിയ എതിർപ്പെന്ന് പ്രഖ്യാപിച്ചപ്പോ ജീവിതാനന്തരം മടക്കം കഴിഞ്ഞ ശേഷം പിന്നീട് അവന് ലഭിക്കുന്നത് നീചമായ ശിക്ഷയാണ്. മനുഷ്യന് കണ്ട് സഹിക്കാൻ പോലും പറ്റാത്ത ശിക്ഷയാണ്. അതേ അവസരത്തിൽ ഈമാനോടുകൂടെ നീങ്ങുന്ന മടക്കമാണെങ്കിലോ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. നമ്മുടെ ഈമാൻ ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. അവസാന ഘട്ടത്തിൽ അവിടെയാ നമ്മുടെ വിജയം. നമ്മുടെ നേരം വരുമ്പോൾ നമ്മുടെ ഈമാനിനെ പിഴുതെടുക്കാൻ വേണ്ടി രംഗപ്രവേശം ചെയ്തുകൊണ്ട് പ്രച്ഛന്ന വേഷത്തിൽ അതാ ഒരാൾ വരുന്നുണ്ട്, വലതുഭാഗത്തും ഇടതുഭാഗത്തും. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഒരു മുസ്ലിമായ മനുഷ്യൻ ആണ് പെണ്ണ് മരിക്കാൻ കിടക്കുന്ന നേരത്ത് അവന്റെ വലതുഭാഗത്തിലൂടെ വരുന്നു സ്വന്തം ഉപ്പയുടെ വേഷത്തിൽ. കണ്ടാൽ നോക്കിയാൽ ശരിക്ക് നമ്മുടെ ഉപ്പ തന്നെയാണ്. ഉപ്പാന്റെ വേഷത്തിൽ വരുന്നു, ശൈത്താൻ വരുന്നു സമീപത്തേക്ക്. വലത്തെ ഭാഗത്തിലൂടെ ഉപ്പയെങ്കിൽ ഇടതുഭാഗത്തിലൂടെ ഉമ്മ വരുന്നു. എന്താണ് അവർ രണ്ടുപേരും വിളിച്ചോതുന്നത്? മോനെ എന്ന് വിളിക്കുമ്പോഴേക്ക് 20 വർഷമായി അന്തരിച്ച ഉപ്പയാണ് അടുത്തു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച കാലമായി മരണപ്പെട്ടു പോയ ഉമ്മയാണ് അടുത്തു വന്നിരിക്കുന്നത്. അവസാന നേരത്ത് ഉമ്മയെ കാണുമ്പോൾ എന്തൊരു സന്തോഷമുണ്ടാകും. അവസാന നേരത്ത് മടങ്ങാൻ വേണ്ടി ദുനിയാവിൽ നിന്ന് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോ ബാപ്പയെ കാണുമ്പോ എന്തൊരു സന്തോഷമുണ്ടാകും. ബാപ്പ ചോദിക്കുന്നു, ഐ ബുനയ്യാ, കുഞ്ഞുമോനെ അല്ലെങ്കിൽ മോളെ എന്ന് വിളിച്ചിട്ട് ചോദിക്കുന്നു, ഈ ഒരു സന്ദർഭത്തിൽ ഞാനൊരു നിർദ്ദേശം വെച്ചാൽ അംഗീകരിക്കാമോ? ഉമ്മയും ചോദിക്കുന്നുണ്ട്, ഞാനൊരു നിർദ്ദേശം വെച്ചാൽ അംഗീകരിക്കാമോ? സാക്ഷാൽ നമ്മുടെ സ്വന്തം ഉപ്പ ഉമ്മ എന്ന് മാത്രമല്ല, ഉപ്പയും ഉമ്മയും ജീവിതത്തിൽ സ്നേഹബന്ധങ്ങളിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചത് ഗുരുവാണോ, ഗുരുവിന്റെ വേഷത്തിൽ? നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചത് അയൽക്കാരനാണോ, അയൽക്കാരന്റെ വേഷത്തിൽ? നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചത് നമ്മുടെ പുത്രനാണോ, പുത്രന്റെ വേഷത്തിൽ? നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചത് നമ്മുടെ കൂടെ നടന്നു പ്രവർത്തിച്ചൊരു പ്രവർത്തകനാണോ, അവന്റെ വേഷത്തിൽ? വ്യത്യസ്ത രൂപങ്ങളിൽ ഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നത്, ഉമ്മ പറയുന്നത്, ഏറ്റവും നല്ല മതം മോനെ നീ ഇപ്പോൾ ഉൾക്കൊള്ളുന്ന മതമല്ല. അതുകൊണ്ട് എന്റെ അവസാനത്തെ നിർദ്ദേശം നീ ജൂതനായി ഇവിടെ പറയണം, ജൂതനായി നീ മരിക്കണം. ഫഇന്നഹു ഖൈറുൽ അദിയാൻ, അതാണ് ഏറ്റവും നല്ല മതം. അതങ്ങ് പറയുമ്പോ ഒന്ന് തലയാട്ടാൻ തോന്നിയാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, നമ്മളവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. കാരണം ഒന്ന് നോക്കിയാൽ നമ്മളൊക്കെ നന്നാകുന്ന മഹാരഥന്മാർ, അവരുടെ കാറ്റ് തട്ടിയാൽ നമ്മുടെ അഴുക്കുകൾ മുഴുവനും കരിഞ്ഞു പോകുന്ന മഹാരഥന്മാർ,
അവരുടെ പിന്നാലെ നടന്നിട്ട് ഒരു നേരത്തെ സേവനം ചെയ്തു കൊടുത്താൽ ജീവിതം മുഴുക്കയും നമുക്ക് ബറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്ന വലിയ സാത്വികരായ അവരൊക്കെ ആ രംഗത്ത് ഈ ശത്രുവിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിന് അവരാർജിച്ചെടുത്ത ആ വിശുദ്ധമായ ഈമാൻ അതവരവിടെ ഉപയോഗപ്പെടുത്തി അവൻ ആട്ടിപ്പായിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അത് വലിയൊരു വിജയമാണ്. നമ്മൾ ആരും അതിൽ നിന്ന് ഒഴിവല്ല. നമ്മുടെ അടുത്തേക്കും വരാനിരിക്കുന്നു മടക്കപ്പെടുന്ന ദിനത്തിൽ. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, അവൻ വന്നിട്ട് അങ്ങനെ പറയുമ്പോ ഈമാനിൽ നിന്ന് പിറകോട്ടി തിരിച്ചവനാണെങ്കിൽ അതേ എന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ട് ഞാനങ്ങനെ മരിക്കുന്നു. ഉമ്മ, നിങ്ങൾ പറഞ്ഞ ഏറ്റവും നല്ല മതമായി ഇപ്പൊ കാണിച്ചു തന്ന യഹൂദി മതമുണ്ടല്ലോ, ഞാൻ അതിൽ മരിച്ചേക്കാം. ബാപ്പ വന്നിട്ട് പറയുന്നു, മുത്തഅനൻ നസ്വാറ, നീ ക്രിസ്ത്യാനിയായി മരിക്കണം. ഫഇന്നഹു ഖൈറുൽ അദിയാൻ, അത് ഏറ്റവും നല്ല മതമാകുന്നു. അവിടെ ഈമാൻ ഒരുക്കി തയ്യാറാക്കി അതിനെ പാകപ്പെടുത്തി അതിൽ മാലിന്യം വരാതെ കാത്തു സൂക്ഷിച്ച മനുഷ്യൻ ബേജാറോടെ നിൽക്കുന്ന നേരത്ത് നമ്മൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആരാ നമുക്ക് തുണക്ക് വരാൻ ഉണ്ട്? ഈമാനിൽ കരുത്താർജിക്കുന്ന ആളാണോ പ്രിയപ്പെട്ട സഹോദരി? ഈമാൻ പോകുന്ന വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെട്ട് ജീവിക്കുന്ന ആളാണോ? എന്നാൽ അവിടെ മുന്നിലേക്ക് വരുന്നു. ഇമാം ഖുർത്തുബി തങ്ങളെ ഹദീസ് സഹിതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുന്നിലേക്ക് വരുന്നു ഇതുവരെ കാണാത്ത സൗരഭ്യമുള്ളൊരു ശരീരം. കണ്ടാൽ തന്നെ വലിയ ചന്തം തോന്നുന്നുണ്ട്. സംസാരിക്കാൻ വലിയ താല്പര്യം വരും. അത്രയും കണ്ടാൽ വലിയ ആനന്ദം തോന്നിക്കുന്ന, ഇതുവരെ ഞാനും നിങ്ങളും കണ്ടിട്ടില്ലാത്ത ഒരു ശരീരം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മുടെ വെപ്രാളവും ബേജാറും ഒക്കെ മാറ്റിയിട്ട് സന്തോഷത്തോടെ പോകാൻ നമുക്ക് വലിയ അവസരം ഒരുക്കുമ്പോൾ ആ സൗന്ദര്യമുള്ള ആള് ആഗതമാകുന്നതോടെ നേരത്തെ വന്നിരുന്ന പിന്തിരിപ്പന്മാർ മുഴുവനും പിന്തിരിഞ്ഞുപോയി. ഇപ്പൊ നല്ല സന്തോഷത്തോടെ കിടക്കുക. അവരുടെ ശല്യമില്ല, ആക്രോശമില്ല. ചോദിക്കുന്നു, താരിഫുനി, എന്നെ അറിയാമോ? ഇല്ല, നിങ്ങളെ ഞാൻ അറിയില്ല. നിങ്ങളെനിക്ക് പരിചയമില്ലല്ലോ. അന ജിബ്രീലു അലൈഹിസ്സലാം, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നിങ്ങൾക്ക് വലിയ സംരക്ഷണം നൽകാൻ വേണ്ടി വന്നതാണ്. കാരണം നിങ്ങൾ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണത്. റബ്ബന, ഞങ്ങളുടെ നാഥ, ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ മനസ്സുകൾക്ക് നീ ചാഞ്ചല്യം നൽകരുത്. മനസ്സ് മാറിപ്പോകുന്ന, തെറ്റിപ്പോകുന്ന ഒരവസ്ഥ വരരുത്. മൗത്തിന്റെ നേരമാണതുകൊണ്ട് കാര്യമായി ഉദ്ദേശിക്കുന്നത് ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്ക് നേർവഴി തന്ന ശേഷം, ഈമാൻ നൽകിയ ശേഷം ഞങ്ങളുടെ മനസ്സിന് നീ വ്യതിചലനം നൽകരുത്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, അഥവാ വല്ല ഇടർച്ചയും സംഭവിക്കുന്ന നേരം വന്നാൽ നിന്റെ ഭാഗത്തു നിന്നൊരു പ്രത്യേക അനുഗ്രഹം നൽകി ഞങ്ങൾക്ക് നീ സഹായം തരണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നീ ഒരുപാട് വട്ടം ഉരുവിട്ടിട്ടുണ്ടല്ലോ. നീ ഈമാനിന് വേണ്ടി പണിപ്പെട്ടിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. വിശ്വാസത്തിന് വിമലീകരണം വരുത്തുന്ന വിഷയങ്ങളാണെന്ന് പലതും നീ കേട്ടപ്പോ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും നീ ആ വഴി
വഴിക്ക് പോയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല, പ്ലാൻ ചെയ്തിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല, പോകാൻ കരുതിയിട്ടില്ല. പലതും പറഞ്ഞാൽ ഈമാൻ പോകുമെന്ന് നീ കേട്ടപ്പോൾ അതിലേക്ക് നിന്റെ തൊള്ള നീ തുറന്നിട്ടില്ല. പല സംഗതികൾക്കും സാക്ഷ്യം വഹിച്ചാൽ ഈമാൻ പോകുമെന്ന് കേട്ടപ്പോൾ നീ അവിടെ സന്നിഹിതനായിട്ടില്ല. ഇപ്പോൾ നിനക്ക് ഞാൻ കലിമ ചൊല്ലിത്തരാം. അല്ലാഹു ആ സഹായം നമുക്ക് നൽകുമാറാകട്ടെ. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ വിശുദ്ധ മാലാഖയുടെ സാന്നിധ്യത്തിനാൽ ആ മനസ്സ് സന്തോഷ തുന്തിലമാവുകയാണ്. ആ മുസ്ലിമായ മനുഷ്യൻ വല്ലാതെ സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ്, രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതിയിട്ട്. ഇനി ഞാനൊന്ന് പറയട്ടെ, ഉസ്താദെ അങ്ങനൊക്കെ വരുമോ? അങ്ങനൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനൊക്കെ വന്നിട്ട് ഇടങ്ങേറാക്കുമോ? നമ്മൾ ഏഴാങ്കൂലികളാണ്, നമ്മൾ വളരെ സാധാരണക്കാരാണ്. ഞാൻ എന്റെ വർത്തമാനമാണ് പറയുന്നത്. നമ്മളൊന്നിനും മികവും തികവും നേടിയവരല്ല. വിശുദ്ധരന്മാരായ വലിയ പണ്ഡിതന്മാരിൽ ഒരാളാണല്ലോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. വലിയ നേതാവല്ലേ? ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിൽക്കാൻ ലക്ഷക്കണക്കിന് ഹംബലി മദ്ഹബുകാരെ ലോകത്തില്ലേ. ഒരുപാട് വിഷയങ്ങൾ ലോക ജനതക്ക് അവിടുത്തെ അള്ളാഹു നൽകിയ വലിയ ബുദ്ധിയിലൂടെ കൊടുത്തിട്ടില്ലേ. ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദല്ലേ. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ദീനിന് വേണ്ടി ത്യാഗം ചെയ്തതുപോലെ, സഹിച്ചതുപോലെ പിൽക്കാലത്തുള്ള മഹാരഥന്മാര് സഹിച്ചിട്ടുണ്ടോ? എത്രയാണ് മഹാനവറുകൾ കട്ടപ്പാട് സഹിച്ചത്? ഒന്ന് പറയട്ടെ, ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനം. അതേ, രാജഭരണത്തിന്റെ കീഴില് രാജ്യം ഭരിക്കുന്ന രാജാവ്, മുഅ്തസിം ബില്ലാഹി എന്ന് പറയുന്ന രാജാവ്, ഒരു വിവാദ വിഷയം കൊണ്ടുവന്ന് പണ്ഡിതന്മാർക്കിടയിലേക്ക് വലിച്ചിട്ടു. എന്താണ് അദ്ദേഹത്തിന്റെ വിവാദം? അള്ളാഹുവിന്റെ ഖുർആൻ അത് മഖ്ലൂഖാണ് എന്ന് പറയണം. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറയില്ല. അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അതൊരു നിലക്കും സൃഷ്ടിയാണെന്ന് പറഞ്ഞുകൂടാ. ചില പണ്ഡിതന്മാരൊക്കെ മുന്നിൽ വിളിച്ച് ഇപ്പോൾ തലവെട്ടിക്കളയുമെന്ന് പറഞ്ഞപ്പോൾ ആസൂത്രിതമായി ചില വിവരങ്ങളൊക്കെ നൽകി അവർ രക്ഷപ്പെട്ടു. കുറച്ചാളുകൾ വന്നിട്ട് കൈയിന്റെ 4 വിരലും ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് സബൂർ, ഇഞ്ചീൽ, തൗറാത്ത്, ഫുർഖാൻ ഇത് 4 മഖ്ലൂഖാണ് എന്ന് പറഞ്ഞു. ഇത് 4 എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ച 4 വരല്ല, നേരത്തെ പറഞ്ഞ 4 നല്ല. ഇത് 4 എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിച്ച 4 വരല് എന്നാണ്. ഇത് മഖ്ലൂഖ് തന്നെ, സൃഷ്ടിയാണ്, സംശയമില്ലല്ലോ. രാജാവ് വിചാരിച്ചു, ഇവരും നമ്മളെ പക്ഷത്താണ്, ഇവർ പോയിക്കോട്ടെ. എത്ര ആളുകൾ തലവെട്ടി. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല, ഒരിക്കലും അംഗീകരിച്ചില്ല. മഹാനവറുകളെ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു. നിങ്ങൾ നോക്ക്, വിശുദ്ധ റമദാനിലാണത്. ജയിലിലടക്കപ്പെട്ടു. നോമ്പ് നോറ്റ മഹാനുഭാവന്റെ ശരീരത്തിലേക്ക് ചാട്ടവാറിന്റെ അടി വന്ന് വീഴുമ്പോ ഒന്നാമത്തെ അടി ശരീരത്തിലേക്കുമ്പോ മഹാനവറുകൾ ചൊല്ലുന്നത് ബിസ്മില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിലല്ലേ ഇത് സഹിക്കുന്നത്? അള്ളാഹുവിന്റെ പൊരുത്തത്തിലല്ലേ ജയിലിലേക്ക് വന്നത്? ഈ ശിക്ഷയുടെ ഞാൻ ഏറ്റെടുക്കുന്നതും തുടങ്ങുന്നതും അള്ളാന്റെ മേൽവിലാസത്തിൽ തന്നെയാകട്ടെ. ബിസ്മില്ലാഹ്. രണ്ടാമത്തെ അടി വന്ന് ശരീരത്തിൽ വീഴുമ്പോ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അടിക്കാൻ ഈ അടിക്കുന്നവന് ശക്തി കൊടുക്കുന്നതും അല്ലാഹുവാണ്. അടി കൊള്ളാൻ എനിക്കും ശക്തി തരുന്നത് അല്ലാഹുവാണ്. മൂന്നാമത്തെ അടി വന്നപ്പോ ഇവൻ ഒന്നുകൂടി ഉക്കുകൂടിയിട്ട് പറയുന്നു, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹു നിശ്ചയിച്ചത് സംഭവിക്കുക തന്നെ ചെയ്യും. നമുക്ക് അല്ലാഹു കണക്കാക്കിയത് നാം തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. അല്ലാഹു നിശ്ചയിച്ചതല്ലേ, എനിക്കൊരു പൊരുത്തക്കേടുമില്ല. 22 പ്രാവശ്യം റമദാനു ഷരീഫിൽ ചാട്ടവാറിന്റെ അടി കൊള്ളുകയാണ്. ആദ്യ സമയത്തൊക്കെ കുപ്പായം ഇട്ടിട്ടായിരുന്നു അടിയെങ്കിൽ പിന്നീട് കുപ്പായം ഊരി അടിക്കാൻ തുടങ്ങി. ഇടക്കിടക്ക് ചോദിക്കുന്നു, ഈ വാദത്തിൽ നിന്ന് പിന്തിരിയുന്നുണ്ടോ? ഇല്ല ഇല്ല.
അല്ലാഹു തആല ഖദീമാണ്. പിന്നെ ലോകത്ത് ഖദീമായിട്ടുള്ളത് അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹു തആലാന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മഹാനവറുകൾ ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങൾ പോലും ഖദീമല്ല, തങ്ങൾ മഖ്ലൂഖാണ്, സൃഷ്ടിയാണ്. നമ്മളൊക്കെ സൃഷ്ടികളാണ്. ഈ ഭൂമി ലോകത്ത് കാണുന്നതൊക്കെ സൃഷ്ടികളാണ്. ആകാശവും ഭൂമിയും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അതേ സമയത്ത് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ, അതിനെപ്പറ്റി സൃഷ്ടി എന്ന് പറയാൻ പറ്റൂല. അത് ഖദീമായ അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹു ഖദീമാണല്ലോ, അല്ലാഹുവിന്റെ കലാമും ഖദീമാണ്. സൃഷ്ടി എന്ന് ഖുർആനെ പറ്റി പറയുന്നത് അപമര്യാദയാണ്. ഈ ഒരു മഹത്തായ വാദത്തിന് അംഗീകരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ രാഷ്ട്രീയക്കാരായ ഈ രാജാക്കന്മാരൊക്കെ കൂടിയിട്ട്, ഈ രാജാവും അനുയായികളും കൂടിയിട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കാരാഗ്രഹത്തിൽ അടച്ചു. 2 കൈയിനും ആമം വെച്ചിട്ട് ശിക്ഷ വരുമ്പോ ഉടുത്ത തുണി അഴിഞ്ഞ് തായോട്ട് വീഴാൻ പോകുന്നു. 2 കൈയിന്റെയും ഈ ബന്ധനമൊന്ന് അഴിച്ചു കൊടുത്തെങ്കിലല്ലേ അത് ഉടുക്കാൻ പറ്റൂ. പക്ഷേ ജയിലിലുള്ള ആളുകളൊക്കെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. ആരാണ് ഉടുത്തു കൊടുക്കുന്നത് എന്നറിയുന്നില്ല. മുകളിലേക്ക് നോക്കിയിട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്തോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് വന്ന് ആരോ ഭദ്രമാക്കി ഉടുത്തു കൊടുക്കുന്നു. ആളെ കാണുന്നില്ല. പിന്നീട് തുണി അഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആ ശിക്ഷയും ആ ജയിലിലെ അക്രമവും ജയിലിലെ പീഡനവും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഉസ്താദ്, നമ്മുടെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു സ്വപ്നത്തിൽ ദർശിക്കുന്നത് ആരെ? ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയുന്നു, നിർദ്ദേശം കൊടുക്കുന്നു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ക്ഷമിക്കാൻ പറയൂ, പകരം വലിയ പ്രതിഫലം തരാം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനീ രംഗത്ത് പ്രവർത്തിച്ച് ആ പരിശുദ്ധമാക്കപ്പെട്ട ശരീരത്തിൽ ഈ അക്രമങ്ങളും കടന്നാക്രമണങ്ങളും പീഡനങ്ങളും ഏൽക്കുമ്പോ ഒരിക്കൽ പോലും നിശ്ചയദാർഢ്യത്തിന് ഒരു കുഴപ്പവും ഒരു തകരാറും സംഭവിക്കാതെ, ഈമാനും ഇഖ്ലാസും ഒരു നിലക്കും ചോർന്നു പോകാതെ, അള്ളാഹുവിന്റെ ദീനിൽ ഹക്കായ വിഷയം ഹക്കായിട്ട് തന്നെ തുണ്ടം തുണ്ടമായി ശരീരം വേർപിരിഞ്ഞാലും ശരി, ഹക്കായ വാദത്തിൽ നിന്ന് മാറൂല. ആര് തന്നെ വന്ന് സ്വാധീനിച്ചാലും, ഏത് രാജാവ് തന്നെ പറഞ്ഞാലും ഞാൻ മാറൂല എന്ന നിലയ്ക്ക് വളരെ ആത്മവിശ്വാസത്തോടെ കഴിയുമ്പോ ക്ഷമിക്കാൻ പറയൂ എന്ന നിർദ്ദേശം കിട്ടുമ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ശിഷ്യനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കഴിയുന്ന ജയിലിലേക്ക് പോകണം. എന്നിട്ട് ഈ സ്വപ്ന ദർശനത്തിന്റെ സന്തോഷം കൈമാറണം. അങ്ങനെ കൈമാറി തിരിച്ചു പോന്നാ പോരെ, എന്റെ സലാം പറയണം, ദുആ ചെയ്യാൻ വേണ്ടി പറയണം. പോരാ, ആദ്യകാലത്ത് ധരിച്ചിരുന്നൊരു ഷർട്ടുണ്ട്, അതും കൂടി വാങ്ങിച്ചു വരണം മോനെ. ശിഷ്യനെ പറഞ്ഞു വിടുന്നു. ആ ശിഷ്യൻ കൊണ്ടുവന്ന കുപ്പായം ഒരു ബക്കറ്റിൽ മുക്കിയിട്ട് ആ ബക്കറ്റിലെ വെള്ളം ബർക്കത്തിന് ശഫീ മാമതങ്ങൾ ഉപയോഗിച്ചു എന്ന് ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ശഫീ ഇമാം റളിയല്ലാഹു അൻഹു വലിയ സന്തോഷത്തോടെ തന്റെ സ്വന്തം ശിഷ്യനെ കാര്യങ്ങൾ അറിയിക്കുന്നു. പക്ഷേ ആ രാജാവ് സ്ഥാനവൃഷ്ടനായ ശേഷം അടുത്ത രാജാവ് രംഗത്ത് വന്നപ്പോ ആ രാജാവ് ചെയ്ത രാജ്യത്തെ ആദ്യത്തെ സേവനം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കലാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിങ്ങൾ നോക്ക്, എത്ര വലിയ ഒരു വിഷമമാണ് മഹാനവറുകൾ അനുഭവിച്ചത്. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞതാണ്. എത്രമാത്രം കൈപ്പേറിയതാണ്. കുടുംബങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി, സ്വന്തം മാതാവിനെ പോലും ഒന്ന് കാണാൻ വേണ്ടി സമ്മതം ചോദിച്ചിട്ട് സമ്മതം കൊടുക്കാതെ, അവരുടെ ആ വാശിക്ക് മുന്നിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അടിയുറച്ചു നിന്നപ്പോ വലിയ വിജയം കിട്ടി. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്ത് ശരീരം മുഴുക്കയും സമർപ്പിച്ച മഹാൻ. ഇനി എന്തു പറയണം? ഈ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വഫാത്താകാൻ വേണ്ടി കിടക്കുന്ന നേരം
കുറച്ചു കഴിഞ്ഞാൽ വഫാത്ത് നടക്കുമെന്ന അർത്ഥത്തിൽ മകൻ അബ്ദുല്ലാഹിബിൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അടുത്ത് തന്നെയുണ്ട്. വാപ്പ കട്ടിലിൽ കിടക്കുന്നു. എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നറിയാതെ ഇങ്ങനെ നോക്കുമ്പോ അതാ എല്ലാ വിഷയങ്ങളും ഒരുക്കി തയ്യാറാക്കി ബാപ്പയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന മകൻ കാണുന്നത് രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു, അലാ ഇബ്അദ് അന്നീ, അലാ ഇബ്അദ് അന്നീ, ദൂരത്ത് പോ, മാറിപ്പോ, എന്റെ അടുത്ത് നിൽക്കരുത്. മകൻ ചോദിക്കും, മകൻ നോക്കുന്ന പടച്ചോനെ, ബാപ്പാന്റെ അടുത്ത് ഞാനല്ലാതെ ആരുമില്ലല്ലോ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ അടുത്ത് ഞാൻ മാത്രമല്ലേ ഉള്ളത്, ആരോടായി ദൂരത്ത് പോകാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട, ചിന്തിക്കേണ്ട വിഷയമാണ്. എപ്പോഴും ഈമാന്റെ സലാമത്തിന് വേണ്ടി നമ്മൾ ദ്വാരക്കേണ്ട വിഷയമാണ്. അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. കാര്യമായി അവരൊക്കെ സമർപ്പിച്ച സംഭാവനകളിൽ ഒന്നുപോലും നമ്മുടെ പക്കലില്ല. നമ്മൾ സാധുക്കളാണ്, വളരെ പാവപ്പെട്ടവരാണ്. ആ വിഷയമൊക്കെ നോക്കുന്ന നേരത്ത് ദ്വാനങ്ങളും ത്യാഗങ്ങളൊക്കെ കുറഞ്ഞവരാണ്. അവരെക്കാൾ സുഖങ്ങളും അഭിവൃദ്ധിയും സമൃദ്ധിയും കൂടിയവരാണ്. പക്ഷെ നമ്മുടെ ഈമാൻ ഒരു നിലക്കും കളയാൻ പാടില്ല. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. അഹ്മദ് ബിൻ ഹംബൽ ഞങ്ങൾ രണ്ട് കൈയും പൊന്തിച്ചെടുത്ത് ഊക്കോട് ആട്ടിപ്പായിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ കണ്ണു തുറന്നു. മകൻ ചോദിക്കുന്നു, ഉപ്പാ, ആരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഞാനല്ലേ നിങ്ങൾ അടുത്തുള്ളത്, വേറെ ആരെയും ഞാൻ ഇവിടെ കാണുന്നില്ലല്ലോ. പറയുന്നു, മോനെ, എന്റെ അടുത്തതാ ഇബ്ലീസ് വന്ന് നിന്നുപോയി. അവൻ വന്നിട്ട് എന്നെ വെല്ലുവിളിക്കുന്നു, യാ അഹ്മദ് ഫുത്തനി, യാ അഹ്മദ് ഫുത്തനി, യാ അഹ്മദ് ഫുത്തനി. അഹ്മദേ, എന്നെ തുരത്താൻ പറ്റുമോ? എന്നെ തകർക്കാൻ പറ്റുമോ? എന്നെ ആട്ടിയോടിക്കാൻ പറ്റുമോ? ജീവിതത്തിൽ ഈ മഹാനുഭാവന്റെ കൂടെ നടന്നിട്ട് ഒരു കറാഹത്ത് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ഖിലാഫുൽ ഔല ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ ഹറാം. ഒരു സുന്നത്ത് ഒഴിവാക്കിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു വാജിബ് നഷ്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പം മരണത്തിന്റെ നേരത്തൊരു നോട്ടം നോക്കട്ടെ എന്ന നിനക്ക് അടുത്ത് വന്നൊന്ന് വെല്ലുവിളിച്ചപ്പോ ഞാൻ അവനെ ആട്ടിയതാണ് മോനെ. ഞാൻ അവനോടാണ് പറഞ്ഞത്, അലാ ഇബ്അദ് അന്നീ, അലാ ഇബ്അദ് അന്നീ, അലാ ഇബ്അദ് അന്നീ, ദൂരത്തു പോകണം. എന്റെ ശബ്ദം കേട്ട ശേഷം പിന്നീട് അവൻ ഇവിടെ നിന്നിട്ടില്ല, അവൻ ദൂരത്തേക്ക് ഓടിക്കളഞ്ഞു. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ ബർക്കത്തുണ്ട്. അല്ലാഹു നമുക്ക് വിജയം നൽകട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഈ മഹാൻ, ആ മഹാനുഭാവന്റെ ചാരത്തേക്ക് വരാൻ അവന് ധൈര്യം വന്നല്ലോ. അവിടെ ഒരു ചെറിയ തുരുപ്പെങ്കിലും കിട്ടുമല്ലോ നോക്കിയിട്ടല്ലേ വന്നത്. നമ്മുടെ ഈമാൻ അവൻ കട്ടുകൊണ്ടുപോകരുത്. ഏതെങ്കിലും സുഹൃതങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് പിരിയാനും ജീവിതത്തിന്റെ അവസാനം അടക്കം സമ്പാദിക്കാനും നമുക്ക് കഴിയണം. ദുരന്തങ്ങളാകരുത്, ഈമാൻ നഷ്ടപ്പെടുത്തിയ പ്രതികരണങ്ങളാകരുത് നമ്മിൽ നിന്നും ഉണ്ടാകേണ്ടത്. ഈമാനോടെ പിരിഞ്ഞുപോയ സന്തോഷ വാർത്തയാകണം ഉണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈമാനോടെ പിരിഞ്ഞു പോകുന്നവന് ഒരുപാട് അടയാളങ്ങളുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഒരു മുസ്ലിമായ മനുഷ്യനിൽ നിങ്ങൾ 3 ലക്ഷണങ്ങൾ കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അവൻ നല്ല രൂപത്തിലാണ് മടങ്ങിപ്പോയിരിക്കുന്നത്, ഈമാനോടെയാണ് പിരിഞ്ഞു പോയിരിക്കുന്നത്. അത് കണ്ടിട്ട് അനുഭവിച്ചിട്ട് സ്വഹാബത്തൊക്കെ പിൽക്കാലത്തുള്ളവർക്ക് വിശദീകരിച്ചു കൊടുത്തില്ലേ. ബഹുമാനപ്പെട്ട ബുറൈദ റളിയല്ലാഹു അൻഹു, അതേ സ്വന്തം കൂട്ടുകാരൻ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോ അവസാന നേരമാണ്, കൂട്ടുകാരന്റെ അടുത്ത് പോയി നിൽക്കുമ്പോ മഹാനവർകൾ പെട്ടെന്ന് തക്ബീർ ചൊല്ലി. മരിക്കാൻ കിടക്കുന്ന ആൾക്ക് തക്ബീർ ഇല്ല, സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കൂല, ഇതെന്താ പരിപാടി?
തക്ബീർ ചൊല്ലി സന്തോഷത്തോടെ. അപ്പൊ ചോദിച്ചു, എന്താണ്? ഞാനിവിടെ ഒരു സന്തോഷം കാണുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഒരു സന്തോഷം എന്റെ കൂട്ടുകാരന്റെ ശരീരത്തിൽ ഞാൻ കണ്ടു. എന്താ നിങ്ങൾ കണ്ടത്? അൽ മുഅ്മിനു യമൂതു ബി അർഫിൽ ജബീൻ. മുഅ്മിനായ മനുഷ്യൻ അവൻ മടങ്ങാൻ ഒരുങ്ങുമ്പോ, ആ മടക്കത്തിലേക്ക് അവൻ പ്രവേശിച്ച് യാത്ര ആരംഭിച്ചവന്റെ ആത്മാവ് പിരിയുമ്പോ അവന്റെ നെറ്റിത്തടം വിയർക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാനിവിടെ ഇതാ കാണുന്നു. നെറ്റിയും മുഖവും വിയർത്തത് കണ്ടില്ലേ? എന്റെ സഹോദരന്റെ വേർപാടിൽ എനിക്ക് സന്തോഷമാണ്, ദുഃഖമില്ല. കാരണം പിരിഞ്ഞു പോകുന്നത്, മടങ്ങിപ്പോകുന്നത് നല്ല പ്രതീക്ഷയുള്ള രൂപത്തിലാണ്. 3 കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോ എന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ? അതിലൊന്ന് നെറ്റിത്തടം വിയർക്കൽ തന്നെയാണ്. മറ്റൊന്ന് മൂക്കിന്റെ ദ്വാരങ്ങൾ വികസിച്ച് ഇരു കവിളുകളും വികസിച്ച രൂപം കണ്ടാൽ സുബ്ഹാനല്ലാഹ്, 95 പ്രായത്തിൽ ഇങ്ങനെ കവിള് ഒട്ടിയിട്ടുണ്ട്, മൂക്ക് ചപ്പിയിട്ടുണ്ടെങ്കിലും മരിക്കാൻ കിടന്ന നേരത്ത് ഒരു 20ന്റെ പ്രൗഢിയോടെ മൂക്കിന്റെ ദ്വാരങ്ങളൊക്കെ വികസിച്ച് ചുക്കിച്ചുളിഞ്ഞിരുന്ന കവിളൊക്കെ അതാ വികസിച്ച് വരുന്നു. വല്ലാത്ത സന്തോഷം കാണുന്നു. ആ രൂപഭാവങ്ങൾ കണ്ടാൽ ആ മടക്കം സന്തോഷത്തോടെയാണ്. കെലിമ ചൊല്ലി പിരിയാൻ കഴിയുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. ഈമാനിന്റെ തരി ശേഷിക്കുന്നുവെങ്കിൽ കെലിമ ചൊല്ലാൻ പറ്റും കേട്ടോ. പക്ഷേ ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, നീട്ടിപ്പറയേണ്ടതുണ്ടൊരു വിഷയം. ഈമാൻ നഷ്ടപ്പെടുന്ന സർവ്വരംഗങ്ങളിൽ നിന്നും നമ്മൾ രാജിയാകണം. അങ്ങനെ രാജിയായെങ്കിലേ അന്ത്യനേരത്ത് നമുക്കൊന്ന് കെലിമ ചൊല്ലാൻ പറ്റൂ. ചെറിയ ഒരു തരിയെങ്കിലും അവിടെ ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ സഹായങ്ങളൊക്കെ കിട്ടും. സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ ഒരുപാട് ഹദീസുകൾ ഉസ്താദുമാർക്ക് ശിഷ്യന്മാർക്ക് കൈമാറിക്കൊടുത്ത വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട അബൂ ഖിലാബ റളിയല്ലാഹു അൻഹു. എപ്പോഴും കാണാൻ ഹദീസിൽ നബി ഖിലാബത്താണ് ഇങ്ങനെ വരുന്നത്. ഈ അബൂ ഖിലാബ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരപുത്രൻ നാട്ടിൽ സാധാരണ ഇല്ലാത്ത ഒരു വലിയ രോഗം ബാധിച്ചിങ്ങനെ കിടപ്പിലാണ്. വൈകുന്നേരം അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ആളുകൾ ചോദിക്കും, എങ്ങനെയുണ്ട് സഹോദരന്റെ ജ്യേഷ്ഠന്റെ മോന്റെ അവസ്ഥ എന്താ? മഹാനവറുകൾ പറയുന്നത്, അല്ലാഹു തആലയിലേക്ക് വിടല്ലാതെ ഒരു രക്ഷയില്ല. എല്ലാവിധ ചികിത്സയും നടത്തിയിട്ടുണ്ട്, പക്ഷെ ഇനി പ്രതീക്ഷയില്ല. അല്ലാഹു തആല തീരുമാനിക്കട്ടെ, അല്ലാഹു തആല ഖൈർ നൽകും എന്ന പ്രതീക്ഷയിൽ അങ്ങനെ ഇട്ടിരിക്കുക. വിശ്രമത്തിലാണ്, വീട്ടിലുണ്ട്, എല്ലാവരും പരിസരത്തുണ്ട്, നോക്കാനൊക്കെ ആളുണ്ട്. ആ അബൂ ഖിലാബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു രാത്രി അദ്ദേഹം മരണപ്പെട്ട രാത്രിയാണ് ആ രാത്രി വന്നത്. ഞാൻ ആ സഹോദരപുത്രൻ കിടക്കുന്ന റൂമിന്റെ ഒരു ഭാഗത്ത്, ആ റൂമിൽ തന്നെ ഞാനിങ്ങനെ കിടക്കുമ്പോ ഞാൻ കാണുന്നു, വീടിന്റെ മേൽക്കൂരയിലൂടെ 2 വെളിച്ചം, 2 പ്രകാശം താഴോട്ട് വരുന്നു. എനിക്കവരോടൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല, പക്ഷെ അവർ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഒരാള് മറ്റേയാളോട് പറയുന്നു, ഈ കിടക്കുന്നത് ഒരു മുസ്ലിമായ മനുഷ്യനാണ്, തൊട്ടടുത്ത നേരം പിരിയാനുള്ളവനാണ്. എവിടെയെങ്കിലും ഈമാനിന്റെ ചെറിയ കണികകൾ ബാക്കിയുണ്ടോ എന്ന് നീയൊന്ന് പോയി പരിശോധിക്കണം. ആ മലക്കിന്റെ രൂപമാണ്, ഭാവമാണെന്ന് എനിക്ക് പിന്നീട് ബോധ്യപ്പെട്ടു. സംസാരം ശരിക്കും മനസ്സിലാകുന്നുണ്ട്. അബൂ ഖിലാബ തങ്ങൾ പറയുന്നു, ഞാനൊന്നും പ്രതികരിച്ചില്ല. കൂട്ടത്തിൽ ഒരാൾ പോയിട്ട് നോക്കുന്നു, തലഭാഗത്ത് നോക്കുന്നു, ഈമാനിന്റെ വല്ല കണികകളും ഉണ്ടോ. പിന്നേതാ പള്ളയുടെ ഭാഗത്ത് നോക്കുന്നു, ഈമാനിന്റെ വല്ല കണികയും ഉണ്ടോ. ഓരോ അവയവങ്ങളിലും പരിശോധന നടത്തുന്നു, ഒന്നും ഇല്ല എന്ന മട്ടിൽ തിരിച്ചു വരുന്നു. ഒരാള് ബോധം കെട്ടാൽ അയാളെ മൂക്കില്, അയാളെ തൊള്ളയില് നമ്മൾ തൊള്ള വെച്ചുകൊണ്ട് ഊതിക്കൊടുക്കും, ശ്വാസം തിരിച്ചു വന്നോട്ടെ എത്തി. ഇതേ അർത്ഥത്തിൽ എല്ലാ ഭാഗങ്ങളും ഒന്ന് പരിശോധന നടത്തി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാനൊന്നും കാണുന്നില്ല. അപ്പൊ മറ്റേയാള് പറഞ്ഞു, കാണുന്നില്ലെങ്കിൽ പറ്റൂലല്ലോ, കാരണം ഇതാരാ? ഇത് മുസ്ലിമും മിൻ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിൽപ്പെട്ട ഒരു മുസ്ലിം അല്ലേ? ഈമാനിന്റെ ചെറിയ ഒരു കണികയെങ്കിലും ബാക്കിയില്ലാതിരിക്കൂലല്ലോ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു മറ്റേ ആള് പോയി നോക്കുക.
മറ്റാൾ എല്ലാ ഭാഗവും പരിശോധിച്ചു. കാലിന് ചില അടയാളങ്ങളുണ്ടല്ലോ, നന്മ ചെയ്ത അടയാളമുണ്ട്, കയ്യിനും ഉണ്ട്, ഓരോ അവയവങ്ങൾക്കുമുണ്ട്. ആ അടയാളങ്ങൾ വല്ലതും ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അവർ സഹായിക്കുമായിരുന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും പരിശോധിച്ചിട്ട് ഒന്നുമില്ലാന്ന് കണ്ടപ്പോ അവസാനം അതാ നാവിങ്ങനെ നീട്ടി പുറത്തേക്ക് വരുന്നു. നാവ് നീളുന്നതാ കാണുന്നത്. രണ്ടാമത്തെ പരിശോധകൻ കാണുന്നത് നാവ് പുറത്തേക്ക് വരുന്നുണ്ട്. ആ നാവൊന്നിങ്ങനെ ചലിക്കാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ പറഞ്ഞുപോയി അല്ലാഹു അക്ബർ. ഒരൊറ്റ ശബ്ദം പുറപ്പെട്ടപ്പോൾ അബൂ ഖിലാബ തങ്ങൾ പറയുകയാണ്, എത്ര വലിയ ശബ്ദത്തിലാണെന്നറിയോ എന്റെ സഹോദരന്റെ മകനത് ചൊല്ലിയത്. പിറ്റേന്ന് രാവിലെ ആ ശബ്ദം കേട്ടത് ആ നാട്ടിലെ ഗ്രാമത്തിലെ പലരും പറഞ്ഞിട്ടുണ്ട്. ആ വീട്ടിലെ ഒരാൾ മാത്രമല്ല, പരിസരത്തുള്ള 4-5 വീടുകൾ മാത്രമല്ല, ആ ഗ്രാമത്തിന്റെ ഊടുവഴികളിലൂടെ നടന്നു പോയാൽ എത്തിപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് പലരും വന്നിട്ട് പറയുന്നു, ഞാനും കേട്ടു, ഞാനും കേട്ടു. അപ്പൊ നിങ്ങൾ നോക്കി, ഒരു ചെറിയ നന്മ ബാക്കിയുണ്ട്. ആ നന്മയിൽ കൂടുതൽ അങ്ങോട്ട് വെളിച്ചം നൽകിയപ്പോൾ അതാ ചൊല്ലിപ്പോയി അല്ലാഹു അക്ബർ, അല്ലാഹ് അല്ലാഹ് എന്നൊന്ന് ചൊല്ലാനുള്ള ഒരു ഭാഗ്യം കിട്ടിയാൽ അത് മഹാഭാഗ്യമല്ലേ? അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാൾ സ്വർഗത്തിൽ കടന്നു എന്ന് പറഞ്ഞാൽ കടക്കും എന്ന് ഉറപ്പാണ്. സ്വർഗത്തിൽ അയാൾ പ്രവേശിക്കും എന്നുറപ്പാണ്. അല്ലെങ്കിൽ മഹാരഥന്മാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ അയാൾക്ക് ഭാഗ്യം കിട്ടി എന്നൊരു വ്യാഖ്യാനമുണ്ട്. ഇരിക്കട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെങ്കിൽ എത്ര പവർ വേണം? ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഈ 2 ആളുകൾ പിന്നീട് അവർ മലക്കുകളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം ഞാൻ നെട്ടി ഉണർന്നു നോക്കുമ്പോ അവരെ കാണുന്നില്ല. ശരിക്ക് ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. സംസാരിക്കാൻ എനിക്കൊരു തടസ്സം തോന്നുന്നുണ്ട്, പേടികൊണ്ട്. 2 പേരും സംസാരിച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് മുഴങ്ങിയപ്പോ 2 പേരും പിരിഞ്ഞുപോയി, സന്തോഷത്തോടെ പിരിഞ്ഞുപോയി. ആ തക്ബീർ ധ്വനി കേട്ടിട്ട് പിറ്റത്തെ ദിവസം അതുവരെ ആ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ജനക്കൂട്ടം ജനാസ നിസ്കാരത്തിന് ഹാജരായി. കലിമ ചൊല്ലാനുള്ള ഭാഗ്യം ചെറുതല്ല, അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതിന് ഈമാൻ നമ്മളെ ഖൽബിൽ നിലനിൽക്കണം. ഞാൻ ഒറ്റ വിഷയം പറയട്ടെ. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇശായിന്റെ ബാങ്ക് കേട്ടു. എല്ലാവരും ബാങ്ക് കൊടുക്കുന്ന കേട്ടപ്പോ ഞാൻ എന്റെ വാദം നിർത്തി ഇവിടെ ഇരുന്നു. ഞാൻ വീണ്ടും വാദം തുടങ്ങാണ്. കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ ആക്ഷൻ കാണിക്കും. എന്നിട്ട് ഞാൻ കേൾക്കുന്നില്ലെങ്കിൽ അടുത്ത് വന്നിട്ട് ഉറക്കനെ പറയും ബാങ്ക് കൊടുക്കുന്നില്ല. നിർത്തൂലേ? നിർത്തും. ഖുർആനോദിൽ നിന്ന് നിർത്തുന്നില്ലേ? ബാങ്ക് കൊടുക്കും, നിർത്തുന്നുണ്ട്. മദ്രസയിലും സ്കൂളിലെയും പുസ്തകങ്ങൾ പഠിച്ച് ഇൽമ് ശേഖരിക്കുന്ന കുട്ടികൾ അത് ആ ജോലി തൽക്കാലം നിർത്തി ബാങ്ക് കൊടുക്കുന്ന ആ ബാങ്കൊന്ന് കേട്ട് ലഭിക്കും. പക്ഷേ നമ്മുടെ ദുന്യവിയായ സംസാരം എന്താ നിൽക്കാത്തത്? ബാങ്ക് കൊടുക്കുമ്പോ ആരും ഫോൺ ചെയ്യാൻ പാടില്ല, ഫോൺ എടുക്കാൻ പാടില്ല, കുറേ പറഞ്ഞു. ആ ബാങ്കിൽ ഏറ്റവും കൂടുതലുള്ള വാചകം എന്താണ്? വചനം എന്താണ്? അല്ലാഹ് 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 അല്ലാഹ്. ഇതാണ് ഏറ്റവും ആവർത്തിക്കുന്നത്. ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ഭൗതിക സംസാരം സംസാരിച്ചാൽ ഓന് കലിമ ചൊല്ലാൻ കഴിയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. മൻ തകല്ലമ ഇൻദൽ അദാൻ. ശരിക്ക് ശ്രദ്ധിച്ചോ സഹോദരീ സഹോദരങ്ങളെ. മൻ തകല്ലമ ഇൻദൽ അദാൻ. ബാങ്ക് കേൾക്കുമ്പോ ആരെങ്കിലും ഭൗതിക സംസാരം സംസാരിച്ചാൽ യതലജിലജു ലിസാനുഹു ഇൻദൽ മൗത്ത്. മരിക്കുന്ന നേരത്തവന്റെ നാവ് പിടച്ചു കളിക്കും. അതൊന്ന് കലിമ ചൊല്ലാൻ നല്ല ഊക്കിൽ നിൽക്കൂല. അപ്പുറത്തൊരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തരുന്നുണ്ട്, ഇപ്പുറത്തൊരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തരുന്നുണ്ട്. പക്ഷേ നാവങ്ങ് പൊന്തണ്ടേ? നാവിങ്ങനെ കളിക്കുന്നു, ഒരു കളി. നാവിങ്ങനെ പിടക്കുന്നു, ഒരു പിടയൽ.
എന്തേ കാരണം? ദുനിയാവിൽ നീ ബഹുമാനിക്കേണ്ട ഒരു വചനമാണ്. നീ 5 നേരവും കേൾക്കുന്ന വാങ്കുവിളിയിൽ ഏറ്റവും അധികം പറയുന്നത് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫല മാറ്റി വെച്ചോ. ബാക്കി എല്ലാ കലിമത്തുകളിലും ഉണ്ട് അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ആ വചനം നമ്മൾ മാനിക്കേണ്ടതാണ്, ബഹുമാനിക്കേണ്ടതാണ്. എത്ര പേർക്കുണ്ടാ ബഹുമാനം? പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ അനൗൺസ്മെന്റുകൾ പോവുകയാണെങ്കിൽ പള്ളിന്റെ മുമ്പെന്ന് അത് ഓഫാക്കും, പള്ളി കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ടെത്തിയിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇതേ ബഹുമാനം മറ്റു മതക്കാരും സ്വീകരിച്ചിരുന്നു. നമ്മളിൽ നിന്ന് അത് പടിയിറങ്ങിപ്പോയപ്പോ പിന്നെ അവർ സ്വീകരിക്കൂല എന്ന് ഉറപ്പന്നല്ലേ. നമുക്ക് പിന്നെ പള്ളിയും പഞ്ചായത്തൊക്കെ കണക്കായി, പിന്നെ എല്ലായിടത്തുമായി ശബ്ദകോശം. അവിടെ നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു മെമ്പർക്ക് എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള ചിന്തയൊന്നുമില്ല. അവിടെ ഖുർആൻ ഓതുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഈ ശബ്ദകോശവുമായിട്ട് ഒരു ശ്രദ്ധക്കുറവോ ഒരു ബുദ്ധിമുട്ടോ അനുഭവിക്കരുത് എന്ന ചിന്ത ഉണ്ടായില്ല. എന്തായിരുന്നു ആ ഒരു ബഹുമാനം? നിങ്ങൾ ആലോചിച്ചു. എന്തായിരുന്നു ആ ഒരു ഈമാനിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അപ്പൊ സഹോദരങ്ങളെ, ബാങ്ക് കേൾക്കുന്ന നേരത്ത് ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഈമാന് പോയി പോകുമെന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൽമില്ലാത്തവർക്ക് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു കൊടുക്കൽ അനിവാര്യമാണെന്ന തലക്കെട്ടോടെയാണ് പറയുന്നത്. അൽ കലാമു ബി കലാമി ദുനിയാ ഇൻദ സമായി അദാൻ. ബാങ്ക് കേൾക്കുമ്പോ ഭൗതിക സംസാരം സംസാരിച്ചാൽ പിന്നെ അന്ത്യനേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റുമോ? അല്ലാഹ് എന്ന് പറയാൻ പറ്റുമോ? നാം അതിന് ഒരുങ്ങി കിട്ടുകയില്ല. നാം നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ മക്കളെ, പേരമക്കളെ ഒക്കെ ഇത് പഠിപ്പിച്ച് ശീലമാക്കാറുണ്ട് തുടക്കത്തിൽ. പിന്നീട് നാം തന്നെ അതിൽ നിന്ന് മുഖം തിരിക്കുമ്പോ സ്വാഭാവികമായി അവരും മാറാറാണ്. ആദ്യ കാലത്തൊക്കെ കുട്ടികളോട് പറയും, മോനെ മിണ്ടരുത്, ബാങ്ക് വിളിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ തന്നെ സംസാരിക്കാൻ തുടങ്ങുന്ന കാണുമ്പോ പിന്നെ അത് പോയല്ലോ അവരെ കൽവിൽ നിന്ന്. പിന്നെ ആരോട് പറയാനാണ്? ആര് സ്വീകരിക്കാനാണ്? ഒരിക്കലും അല്ലാഹ് അല്ലാഹ് എന്ന കലിമത്ത് ഏറെ കേൾക്കുന്ന ബാങ്ക് കൊടുക്കുന്ന നേരത്ത് നമ്മൾ സംസാരിക്കരുത്, സംസാരിക്കാൻ അനുവദിക്കരുത്. അത് വലിയൊരു ബഹുമാനം, ഒരു ഈമാനാണ്. ആ ഒരു ഈമാൻ നമ്മൾ ഉറപ്പിച്ചു പിടിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മറ്റൊന്ന് ഞാൻ പറയട്ടെ, അല്ലാഹു തആലാന്റെ ഇസ്മിനെ നമ്മൾ ബഹുമാനിക്കണം. ആരും വിഷമൊന്നും കരുതരുത്, പറയേണ്ടത് പറയണല്ലോ. എവിടെ വീടുണ്ടാക്കുകയാണെങ്കിലും, സ്ഥാപനം ഉണ്ടാക്കുകയാണെങ്കിലും, കെട്ടിടം ഉണ്ടാക്കുകയാണെങ്കിലും, എന്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കുകയാണെങ്കിലും, എന്തുണ്ടാക്കുകയാണെങ്കിലും ആളുകൾക്കൊരു ഏർപ്പാടുണ്ട്. എന്താണത്? അതിന്റെ ചുറ്റുഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്തൊരു ഫ്ലക്സ്, അതിൽ ബിസ്മില്ലാ മാഷാ അല്ലാഹ്, ചിലത് മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്, ചിലത് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തിനാണിത്? അതിന്റെ പുറത്ത് കാക്ക വന്ന് കാട്ടിക്കുന്നു, നിനക്ക് വിഷമമുണ്ടോ? ചളിയാകുന്നുണ്ട്, ചേറാകുന്നുണ്ട്, സിമന്റ് ആകുന്നുണ്ട്, ചളിയാകുന്നുണ്ട്, പലതും ആകുന്നുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞാൽ ഈ ഫ്ലക്സ് എവിടെയാ പോകുന്നത്? അതെന്താ പിന്നെ വീട്ടുപടിക്കൽ കാണാത്തത്? ഒരു ഫ്രെയിമിലും കാണാത്തത് എന്താണ്? എവിടെയാണത് കീറി വെച്ചത്? അല്ലാഹു തആലാന്റെ ഇസ്മിന്റെ മേലെ ഒരു ചളിയാകുന്ന നിനക്കൊരു ബഹുമാനക്കേടായി തോന്നുന്നില്ലേ? ഫാത്തിഹ ഓതിയിട്ടല്ലേ തറക്കല്ലിട്ടത്? ഫാത്തിഹ ഓതി ദ്വാരന്നിട്ടല്ലേ കുറ്റിയടിക്കല്? ബിസ്മിയൊല്ലി കുറ്റിയടിച്ച് ബിസ്മിയൊല്ലി തറക്കല്ല് വെച്ച് പിന്നെ നീ എന്തിന് പേടിക്കാനാണ്? നിനക്ക് കണ്ണേറാണ് പേടി. അല്ലാഹു തആലാന്റെ ഇസ്മിന്റെ മേലെ ചളി വരുന്നത് നിനക്ക് പേടിയില്ല, സിമന്റ് ആകുന്നത് പേടിയില്ല. ഖുർആനിന്റെ ഒരു വചനമല്ലേ ബിസ്മില്ലാഹി എന്നത്? അതാരൊക്കെയാണ് എടുത്തു മാറ്റുന്നത്? ഏതൊക്കെ തരം പണിക്കാരാണ് അത് പിടിച്ച് വലിച്ച് തായോട്ടിടുന്നത്? നഊദു ബില്ലാഹ്. കണ്ടില്ലേ നിങ്ങള് യൗവനത്തിൽ കുറ്റകൃത്യങ്ങളുമായി നടന്നിരുന്ന ബിശ്റുൽ ഹാഫി ബിസ്മില്ലാഹി എന്ന് എഴുതിയ ഒരു കഷ്ണം കടലാസ് നടക്കുന്ന വഴിയിൽ നിന്ന് കിട്ടിയിട്ട് ഇലാഹി ഇസ്മുക ഹാഹുനാ മുൽഖയ്യുദാസ്, നിന്റെ നാമം ഇവിടെ നിലത്തിട്ട് ചവിട്ടുകയാണല്ലോ അല്ലാഹ്.
ബഹുമാന പുരസ്സരം അതെടുത്തിട്ട് കഴുകിയത് പോരാ, സൂക്കിലേക്ക് പോയി അത്തറ് വാങ്ങി, അതിന്റെ മേലെ അത്തറ് പുരട്ടി, വീയാൻ സാധ്യതയില്ലാത്ത ഒരു ഭാഗത്തത് കയറ്റിവെച്ചപ്പോ അന്ന് രാത്രി തന്നെ ബിശ്റുൽ ഹാഫിക്ക് മെസ്സേജ് വന്നു, ഓ ബിശ്റേ ലഉതയ്യിബന്ന ഇസ്മക ഫിദ്ദുനിയാ വൽ ആഖിറ കമാ തയ്യബ്ത ഇസ്മീ. നിന്റെ നാമം ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ സുഗന്ധപൂരിതമാക്കും. എന്റെ നാമത്തിന്റെ പുറത്ത് നിങ്ങൾ ബഹുമാന പുരസ്സരം അത് കഴുകിയിട്ട് ചവിട്ടിയ ചളിയൊക്കെ നീക്കിയിട്ട് നല്ല തീപ് പുരട്ടിക്കൊടുത്തില്ലേ? കുറ്റകൃത്യങ്ങളിൽ മുഴുകിയ ബിശ്റിന് അല്ലാഹു തൗബ തോന്നിപ്പിച്ചില്ലേ? പിന്നീട് അതാ കിടപ്പാടുള്ളവർക്കൊക്കെ പിടിച്ചു പറിച്ചത് മുഴുവനും തിരിച്ചു കൊടുത്തില്ലേ? പൊരുത്തപ്പെടിച്ചില്ലേ? ശിഷ്യഗണങ്ങൾ പിന്നാലെ നടന്ന് ഇൽമു സ്വീകരിച്ചില്ലേ? അല്ലാഹുല ദുനിയായ മാർഗത്തിലൂടെ ബിശ്റുൽ ഹാഫിക്ക് ഇൽമു നൽകിയില്ലേ? ഒരു സാധാരണക്കാരന്റെ റോളിൽ ജീവിച്ച ബിശ്ർ പിന്നീട് അനുകരിക്കാൻ പറ്റുന്ന അടയാളമായി മാറുന്ന തരത്തിലേക്ക് ഉയർന്നത് ബിസ്മില്ലാഹിയുടെ ബഹുമാനമല്ലേ? സഹോദരങ്ങളെ, ആരാണിത് പഠിപ്പിച്ചത്? വീടുദ്ഘാടനം നിർവഹിച്ചിട്ട് ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് എഴുതി വെക്കാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെ എഴുതി വെച്ചിരുന്നു. പല പണ്ഡിതന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ആ ചളിയും ആ കാക്ക കാട്ടിക്കുന്നതും മറ്റു അറപ്പുളവാക്കുന്ന രംഗങ്ങളും വരുന്ന ഈ ഒരു സ്വഭാവവും ശൈലിയും ബഹുമാനത്തിനെതിരാണ്. അപ്പൊ അല്ലാഹു തആലാന്റെ ഇസ്മിനെ ബഹുമാനിക്കേണ്ടതുണ്ട്. ആ ബിശ്റുൽ ഹാഫിന്റെ ബഹുമാനം ഞാൻ പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയില്ല. വലിയ കറാമത്തുകളല്ലേ അല്ലാഹു നൽകിയത്? ചെറുതല്ല, വലിയ കറാമത്ത്. നമ്മൾ പല ഔലിയാക്കളിലും കാണാത്ത അത്രയും ബഹുമാനങ്ങൾ. അങ്ങനത്തെ ഒക്കെ ചെറിയ കറാമത്ത് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു. അതൊരു ബഹുമാനം കൊണ്ട് കിട്ടിയതാണ്. ആളുകൾക്കൂടെ ബഹുമാനം നിങ്ങൾ നോക്ക്. ഞാൻ ധരിച്ചൊരു മോതിരത്തിന്മേൽ ഒരു ബിസ്മില്ലാഹി അല്ലെങ്കിൽ അല്ലാഹു എന്നുണ്ടെങ്കിൽ ആ മോതിരത്തിന്റെ ബഹുമാനം എന്താ? ഇപ്പൊ ഈ ധരിച്ച ബഹുമാനം മോതിരം പോലെയല്ല. അതൊരിക്കലും വിസർജ്യ സ്ഥലത്തേക്ക് ഇട്ട് കൊണ്ടുപോകാൻ പാടില്ല. അതൊരിക്കലും മൂത്രമൊഴിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പുറത്തവിടെ ഊരി വെക്കണം. അതിന്റെ മേലെ നജസാകാൻ പാടില്ല. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെ ബഹുമാനം ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ബഹുമാനമല്ലേ? ബഹുമാനം കണ്ടിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രമാത്രം ഈ സ്വഹാബത്ത് വിശ്വസിച്ചിട്ടുണ്ട് എന്ന് ശത്രുപക്ഷത്തിന് പോലും തിരിഞ്ഞത്. ബഹുമാനമല്ലേ മുഖ്യമായി അവർ കണ്ട് വായിച്ചെടുത്തത്? ആദരവല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹ് അല്ലാഹ് എന്ന ഇസ്മ കേൾക്കുമ്പോൾ അതിനോടൊരു ബഹുമാനം വേണം. അതേറ്റവും ആവർത്തിച്ച് കേൾക്കുന്നതാണ്. നമ്മൾ തുടക്കം കേട്ടത് തന്നെ അല്ലാഹ് എന്നല്ലേ? അവസാനം ഇനി പറയേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ചൊല്ലാനുള്ള ഒരു തൗഫീഖിന് വലിയൊരു വഴിയാണ്. അത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന, അതാ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന വാങ്കുലികളെ ബഹുമാനിക്കണം. നീ ജവാബ് പറയുന്നില്ലെങ്കിലും സംസാരം നിർത്തിയേക്കണം. നീ ഒന്നും പ്രതികരിക്കുന്നില്ല, പറഞ്ഞതിനോട് നീ ഒന്നും പറയുന്നില്ലെങ്കിലും മിണ്ടാതിരിക്കൽ ബഹുമാനമാണ്. നീ സംസാരിച്ചാലത് ബഹുമാനക്കേടാണ്. ബിസ്മില്ലാഹി എഴുതി വെക്കുന്നത് സൂക്ഷിക്കേണ്ടതുണ്ട്. അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അത് ബഹുമാനത്തിനെതിരാണെന്ന് പറയുമ്പോ നമ്മുടെ ഭാഗത്തുനിന്നത് വന്നുകൂടാ, ഒരിക്കലും ഉണ്ടായിക്കൂടാ. ബിശ്റുൽ ഹാഫിക്ക് കിട്ടിയ ബഹുമാനം മാത്രമല്ല, ധാരാളം ആളുകൾക്ക് അത്തരത്തിൽ ബഹുമാനം കിട്ടിയിട്ടുണ്ട്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചാൽ ഈമാൻ നിലനിന്നു കിട്ടും. ആ ബഹുമാനം നമുക്ക് വേണ്ടതാണ്. മറ്റൊരു ബഹുമാനം നമ്മൾ പരിഗണിക്കേണ്ടത് അള്ളാഹുവിന്റെ ഖുർആനാണ്. ആ ഖുർആനിന് ബഹുമാനം ഉണ്ടായത് കൊണ്ടാണല്ലോ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകൾ വെക്കുന്നതിനേക്കാളും മേലെ, നമ്മുടെ എല്ലാ ഫോട്ടോകൾ വെക്കുന്നതിനേക്കാളും മേലെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് നല്ല ബഹുമാനത്തോടെ ചളിയും ചെതലും
തിരുതലും ഒന്നും കേറാതെ നല്ല ഭംഗിയിൽ ഖുർആനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. ആ ഖുർആനിന്റെ മേലെ നിങ്ങൾ നോക്കി ഒരു കണ്ണട വെക്കാൻ പറ്റോ ഇല്ല, ഒരു കണ്ണട കൂട് വെക്കാൻ പറ്റോ ഇല്ല, ഒരു പേന വെക്കാൻ പറ്റോ ഇല്ല, ഒരു മൊബൈൽ വെക്കാൻ പറ്റോ ഇല്ല. കാരണം ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അതിനോട് ബഹുമാനം വേണം. അതേ രൂപത്തിൽ തന്നെ ഖുർആൻ ഓതുന്നത് കേട്ടാൽ അവിടെ സംസാരിച്ചുകൂടാ. അല്ലാഹുവല്ലേ പറയുന്നത്, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതപ്പെട്ടാൽ ആരോദ്യാലും ശരി, മനുഷ്യൻ തന്നെ ആയിക്കോളന്നില്ല, ഇനി തത്വ ഓതിയാലും ശരി, ടേപ്പ് റെക്കോർഡ് ഓതിയാലും ശരി, മൊബൈൽ ഓതിയാലും ശരി, ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഖുർആനല്ല. വഇദാ ഖുരിഅൽ ഖുർആൻ, ഖുർആൻ ഓതപ്പെട്ടാൽ ആരോദട്ടെ, ആളിവിടെ വിഷയമല്ല. ഖുർആൻ ഓതപ്പെടുന്നുണ്ട്, ഖുർആൻ കേൾക്കുന്നുണ്ട്, അതങ്ങനെ ഊതുക. എങ്ങനെ ഓതണം? ആരോ ഊതുക, ആരാലും ശരി. ഫസ്തമിഉ ലഹു, അത് ശ്രദ്ധിക്കണം. വഅൻസിതു, മിണ്ടാതിരിക്കണം. അല്ലാഹുവിന്റെ നിർദ്ദേശം നോക്ക് നിങ്ങൾ. മിണ്ടാതിരുന്നിട്ട് സാഗൂതം അത് ശ്രവിക്കണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് നൽകപ്പെടാൻ വേണ്ടി. ഏറ്റവും വലിയ റഹ്മത്ത് എന്താ? ഈമാനാണ്. ഖുർആൻ ഓതുമ്പോ സംസാരിക്കാന്ന് പറഞ്ഞാൽ ആരുടെ സ്വഭാവം? ഇന്നെവിടെ വീട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ വീടുകളൊന്നും അതിൽ നിന്ന് മുക്തമല്ല. ഞാൻ കുറ്റപ്പെടുത്തുകയില്ല, സങ്കടം കൊണ്ട് പറയാണ്. ഒരു കുട്ടി 2ാം ക്ലാസ്സിലെ 3ാം ക്ലാസ്സിലെ ഒരു കുട്ടി ഖുർആൻ ഓതുന്നു ഒരു റൂമിൽ. വല്യമ്മയും ഇരുന്ന് ഖുർആൻ ഓതുന്നു, വല്യപ്പയും ഇരുന്ന് ഖുർആൻ ഓതുന്നു. അവരെ ഓത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ ഇപ്പുറത്തെ റൂമിൽ ശബ്ദകോശം. അതെന്താകട്ടെ, വലൗകാന വഅലൻ, പറ്റൂല. പിന്നല്ലേ വാർത്തയും പറയാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്തതൊക്കെ. ഖുർആൻ ഓതുമ്പോ അപശബ്ദങ്ങൾ ഉണ്ടാക്കൽ ആരെ പതിവാ? ഖുർആൻ പറഞ്ഞില്ലേ, വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. ഖുർആനിന്റെ മാസ്മരിക സ്വഭാവം കൊണ്ട്, അതിന്റെ വശ്യമനോഹാരിതയും അർത്ഥവ്യാപ്തിയും ഉൾക്കൊണ്ട് കേൾക്കുമ്പോഴേക്ക് ആളുകൾ ഇസ്ലാമിലേക്ക് പടിപടിയായി വരുമ്പോ സത്യനിഷേധികൾ പറഞ്ഞു ഖുർആൻ കേൾക്കരുത്. ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, ഖുർആൻ കേട്ടുപോകരുത്. കേൾക്കാതിരിക്കാൻ പലർക്കും അവർ പഞ്ഞു കൊടുത്തില്ലേ? മക്കയിലേക്ക് വരുന്ന പലർക്കും. ത്വൽഹ റളിയല്ലാഹു അൻഹു പഞ്ഞു വാങ്ങിയ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ലേ. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പഞ്ഞു വാങ്ങി കുറെ ദിവസം ഇങ്ങനെ നടന്നു. പിന്നെ മഹാനവർകൾ ചിന്തിച്ചു, ഞാനെന്തൊരു പൊട്ടനാണ്, പഞ്ഞി ഇങ്ങനെ തിരികിയിട്ട് ഞാനിങ്ങനെ നടന്നാ വല്ലതും കേൾക്കാൻ പറ്റുമോ? പഞ്ഞി അങ്ങ് കാതിൽ നിന്ന് അടർത്തി മാറ്റിയപ്പോ മഹാൻ കേൾക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യാ ലിഖൗമി യഅലമൂൻ ബശീറൻ വനദീറാ. ഫുസ്സിലത്ത് സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങൾ കേട്ടപ്പോഴേക്ക് ആ മനസ്സിൽ ഈമാൻ വന്നു. വേറെ എന്താക്കിയിട്ടും നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പഞ്ഞി വിതരണം നടത്തിയത്. മക്കയിലെ മുശ്രിക്കുകൾ അവര് പറഞ്ഞതാണ് ഖുർആൻ കേട്ടുപോകരുത്. അഥവാ കേൾക്കേണ്ട ഏതെങ്കിലും ഒരു സാഹചര്യം വന്നാൽ വൽഗൗ ഫീ, നിങ്ങൾ അനാവശ്യം സംസാരിക്കണം, നിരർത്ഥകമായത് സംസാരിക്കണം, ഒച്ചപ്പാട് ധാരാളം ഉണ്ടാക്കണം, അപശബ്ദങ്ങളെ കൊണ്ട് ശബ്ദകോശം ഉണ്ടാക്കണം. ലഅല്ലകും തഗ്ലിബൂൻ, നിങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. സഹോദരങ്ങളെ, അപ്പൊ ഖുർആൻ കുട്ടികൾ ഓതുന്ന നേരത്ത് വലിയവരവിടെ ബഹുമാനത്തോടത് കേൾക്കുകയാ വേണ്ടത്. ആ ഓത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന ഒരു സംസാരം അവിടെ പാടില്ല. അഥവാ അങ്ങനത്തെ സംസാരവും ശബ്ദകോശവും ഉണ്ടായാൽ കേടുവരുന്നത് ഈമാനിനാണ്. പഴയ കാലത്ത് ഖുർആൻ ഓതുമ്പോൾ ആരെങ്കിലും ഉണ്ടോ? ഒരൊറ്റ കുട്ടിയെ ശബ്ദിക്കൂല. വലിയപ്പന്മാരൊക്കെ നല്ല കണ്ണും തുറിച്ചു നോക്കും ശബ്ദിക്കുന്ന ഒരാളെ, അപ്പേക്കന്നെ ശബ്ദം നിർത്തും. ഇന്നെവിടെ ബഹുമാനം? നിങ്ങൾ നോക്ക്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ ചിന്തിക്കുവേ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്. ഈമാൻ എന്ന് പറഞ്ഞാൽ മറ്റൊരവസ്ഥയിൽ കൂടെ അത് പ്രാപിക്കേണ്ടതുണ്ട്. ഇത് വളർത്തിക്കൊണ്ട് അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് വിശദീകരിക്കാൻ സമയമില്ല, ബഹുമാനമാണ്. ബഹുമാനത്തിന്റെ ഒരു മേഖല കുറഞ്ഞോ അതിനനുസരിച്ച് ഈമാനം കുറയും. ബഹുമാനത്തിന്റെ ഒരു ലെവൽ കുറഞ്ഞോ ഈമാനം കുറയും. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലാഹ് എന്ന ഇസ്മിനെ ബഹുമാനിക്കൽ, അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കുന്നിടത്ത് ബഹുമാനം സ്വീകരിക്കൽ. ടേപ്പ് റെക്കോർഡിൽ നിങ്ങൾ നോക്ക്, അറബികളെ കൂടെ യാത്ര ചെയ്തവർ പലരും ഉണ്ടാകും ഇതിൽ.
എന്തൊരു ബഹുമാന. അവര് ഖുർആൻ ഓത്തിടുന്നു വാഹനത്തിൽ, നമ്മൾ അതിൽ കയറി യാത്ര ചെയ്യുന്നു. സംസാരിക്കാൻ നമുക്കുണ്ട് എന്ന് തോന്നുമ്പോ അവർ ഓഫാക്കി. സംസാരം കഴിഞ്ഞു വീണ്ടും ഖുർആൻ ഇട്ട് പിന്നെ അത് കേട്ടങ്ങനെ യാത്ര ചെയ്യാം. എന്തിനാണ് ഓഫാക്കേണ്ട ആവശ്യം? അല്ലാഹു തആലാന്റെ കലാമാണ് ഓതുന്നത്. അതൊരു സാധാ ഒരു പ്രഭാഷമല്ല, ഒരു ബുർദയല്ല, ഒരു കഥ വായിക്കുകയല്ല. അല്ലാഹു തആലാന്റെ കലാമാണ് വായിക്കപ്പെടുന്നത്. അതിനോട് ഏത് രൂപത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്, ഏത് രൂപത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നട്ടപ്പാതിര നേരത്ത് ഖുർആൻ ഓതിയത് കൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ ഓതാൻ, ഖുർആന്റെ സ്വാധീനം നോക്കി നിങ്ങൾ. നമ്മുടെ മനസ്സിലേക്ക് ആ സ്വാധീനം വരണമെങ്കിൽ ഒന്നുകൂടി നമ്മൾ ബഹുമാനത്തിലേക്ക്, മുൻപന്തിയിലേക്ക് പോകണം. പാതിര നേരത്ത് സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ ഓതുമ്പോ ആ ഖുർആൻ കേൾക്കുന്നതിന് വേണ്ടി സുബ്ഹാനല്ലാഹ് പരിസരത്തുള്ള സഹോദരിമാര് അവരാരാണ്? മുശ്രിക്കുകളുടെ ഭാര്യമാരാണ്, മക്കളാണ്, പേരമക്കളാണ്. അവര് ഭർത്താവിനോടും ബാപ്പയോടൊന്നും സമ്മതം ചോദിക്കാതെ ഈ ഖുർആൻ കേൾക്കാൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ ചുറ്റും മഹാനവർകൾ ഇത് കാണുന്നില്ല. വലിയ സ്ത്രീകൂട്ടം വന്ന് നിൽക്കുകയാണ്. ഇത് പേടിച്ചിട്ടല്ലേ സിദ്ദീഖ് തങ്ങളോട് വീട് വിട്ടു പോകാൻ വേണ്ടി മുശ്രിക്കുകൾ പറഞ്ഞത്. അപ്പൊ ഖുർആനിന്റെ സ്വാധീനം എത്ര വലുതാണ്! ഉറങ്ങുന്ന ഉറക്കത്തിൽ നിന്ന് അവരെ ഉണർത്തിയത് ഖുർആനിന്റെ ശബ്ദവീചികളാണ്. അതിന്റെ ആശയ സമ്പുഷ്ടി ശ്രദ്ധിച്ചുകൊണ്ട് പാതിരാത്രിയിൽ എഴുന്നേറ്റ് വരണമെങ്കിൽ ഒരു ഗാനഗന്ധർവനും ലോകത്തത്തരത്തിൽ സ്വാധീനമില്ല, ഒരു പ്രഭാഷകനും ലോകത്തത്ര വലിയ കഴിവില്ല. അപ്പോൾ ആ ഖുർആൻ കേൾക്കുന്നിടത്ത് ബഹുമാനം പാലിക്കണം, ആദരവ് പാലിക്കേണ്ടതുണ്ട്. ഇടയ്ക്ക് ഇവിടെ ചോദ്യം കിട്ടി, ഇപ്പൊ കിട്ടിയതുകൊണ്ട് സന്ദർഭമായതൊന്നും പറയട്ടെ. മൊബൈൽ ഫോണിൽ കൂടി ഖുർആൻ ഓതാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. മുസാഫ് ഉണ്ടാകും, മുസാഫിനെ മുന്തിക്കലാണ് നല്ലത്. മൊബൈൽ ഫോണിലൂടെ ഒരാൾ ഖുർആൻ ഓതിയാൽ ഖുർആൻ ഓതാനൊക്കെ പറ്റും. പക്ഷെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ ഓതേണ്ട ആവശ്യമില്ല. അപ്പുറത്ത് ഖുർആൻ ഉണ്ടല്ലോ. മൊബൈൽ ഫോണിൽ ഖുർആൻ മാത്രമല്ല, ഇതിനെപ്പറ്റി ഖുർആൻ എന്ന് പറയാം. ഇതിലെല്ലാം ഉണ്ടല്ലോ. ഇതിലെന്തല്ലാണ്ട് കഥകളുണ്ട്, വാളുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വാർത്തകളുണ്ട്, നമ്മളെ മെസ്സേജുകളുണ്ട്, പലതും ഉണ്ടാകും. അപ്പോ പള്ളിയിൽ ഇരുന്ന് ഖുർആൻ ഓതാൻ ഏറ്റവും നല്ലത്, കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കാൻ നല്ലത് മുസാഫ് എടുത്ത് ഓതലാണ്. അപ്പോഴാണ് മുസാഫിൽ നോക്കി ഓതി കൂലി കിട്ടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഈ ചോദ്യം. പലയിടത്തും വരുന്ന ചോദ്യം ഇരിക്കട്ടെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഹദീസുകളൊക്കെ അതിൽ നോക്കി വായിക്കാനൊക്കെ പറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉത്തമവും ഖുർആൻ ഓതാൻ പറ്റുന്ന, നോക്കി ഓതാൻ പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ മൊബൈൽ ഉപയോഗിക്കരുത്. അത് ഖുർആൻ തന്നെ നോക്കി ഓതണം. അപ്പോഴാണ് ഖുർആൻ എടുത്ത് ഓതി എന്ന ആ വലിയ ബഹുമതി കിട്ടുക. ഇതിൽ ഖുർആനിലേക്ക് നോക്കി ഓതി പലതും ഉണ്ട്. കൂട്ടത്തിൽ ഒരു ഖുർആനും എന്ന പറഞ്ഞ അവസ്ഥയിലാണ്. തഫ്സീർ നോക്കി ഒരാൾ ഓതിയാൽ ഖുർആനത്തിന്റെ കൂലിട്ടു. തഫ്സീറാണ് നോക്കി ഓതുന്നത്. ഇപ്പൊ റാസി ഇമാം തങ്ങൾ തഫ്സീർ എടുത്ത് ഓതുകയാണ്. അതുകൊണ്ട് ഖുർആൻ ഓതി എന്ന് പറയും. ഖുർആനെ നോക്കി ഓതിയിട്ടുണ്ട്. പക്ഷെ ഖുർആൻ സ്വന്തം വേറെ ഉണ്ടല്ലോ. മുസ്ഹഫ് എന്ന് പറഞ്ഞത് റാസി ഇമാമിന്റെ തഫ്സീർ അല്ലല്ലോ, തഫ്സീറാണ്. തഫ്സീറിൽ നോക്കി ഓതുന്നതിനേക്കാളും കൂടുതൽ ഉത്തമം കൂലിയും ഖുർആൻ തന്നെ എടുത്തു ഓതലാണ്. അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെയും കാണേണ്ടത്. പറ്റൂല എന്നാലും ശക്തമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഉള്ള ഓത്തും കൂടി മുടക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഓതിക്കോട്ടെ. പക്ഷേ പള്ളിയിലൊക്കെ ആകുമ്പോ, വീട്ടിലൊക്കെ ആകുമ്പോ സൗകര്യങ്ങൾ കിട്ടാത്തത് ഉപയോഗിക്കണം. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ആ ഖുർആൻ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. മറ്റൊന്ന് അതില് വഖഫ് ചെയ്ത ആളുകൾക്ക് വലിയൊരു കൂലി പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. പഴയ കാലത്ത് നമ്മുടെ ഉപ്പാപ്പമാരും ഉമ്മമാരൊക്കെ കൊണ്ടുവന്നതല്ലേ അത്, ഹജ്ജിന് പോയവരൊക്കെ. അവർക്കും നമ്മളെ വക ഒരു കൂലി ആയിക്കോട്ടെ, നമ്മൾ ഇതിൽ നോക്കി മാത്രം ഓതണ്ടല്ലോ, അത് എടുത്തു ഓതാലോ എന്ന അർത്ഥത്തിൽ അത് മുന്തിക്കലാണ് നല്ലത്. ആ വിഷയം അങ്ങനെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇരിക്കട്ടെ, അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മരണപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വലിയൊരു ഭാഗ്യമാണ്. നല്ലത് കേട്ടിട്ട് മരിക്കാൻ കഴിയാം, നല്ലത് കേട്ടിട്ട് മരിക്കാൻ കഴിയാം, നല്ലത് ചൊല്ലിയിട്ട് മരിക്കാൻ കഴിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെ ആകണമെന്നില്ല. ഖുർആൻ ഓതി മരണപ്പെടാൻ കഴിയാം. സുബ്ഹാനല്ലാഹ്, ഖുർആൻ ഓതി മരണപ്പെട്ടില്ലേ മഹാന്മാർ? ഖുർആൻ കേട്ടിട്ട് സൗന്ദര്യത്തോടെ മരണപ്പെട്ടില്ലേ മഹാന്മാർ? ഖുർആൻ ജീവിതത്തിൽ തപസ്സയാക്കി സ്വീകരിച്ച ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഹസദ് വെച്ച ആളുകളുടെ
ഭാഗത്തിൽ നിന്ന് അടികൊണ്ടിട്ടാണ് ഷാഫി ഇമാം തങ്ങൾ തലയിൽ നിന്ന് രക്തം പൊട്ടി. അങ്ങനെ വീട്ടിൽ അസുഖബാധിതനായി കിടക്കുകയാണ്. ഷാഫി ഇമാം തങ്ങൾക്ക് എപ്പ രോഗം വന്നാലും ശിഷ്യന്മാരെ പറഞ്ഞേക്കും നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക്. അതാരാണ്? അഹ്ലു ബൈത്തിൽപ്പെട്ട വലിയൊരു മഹദിയാണ്. ഷാഫി ഇമാം തങ്ങളുടെ ഗുരുവര്യയാണ്. അവിടെ പോയിട്ട് പല വിഷയങ്ങളും ഷാഫി ഇമാം തങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പുറത്ത് മറയുടെ അപ്പുറത്ത് നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഇരിക്കും. ഇപ്പുറത്തുനിന്ന് ഷാഫി ഇമാം തങ്ങൾ ചോദിക്കും, ആ ചോദ്യത്തിന് മറുപടി പറയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും 40 ചില്ലാനം കൊല്ലക്കാലം നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഇൽമ് വിതരണം ചെയ്തിരുന്നത് അങ്ങനെയാണ്. അതേ അർത്ഥത്തിൽ ഉസ്താദത്തായ നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ശിഷ്യന്മാരെ വിട്ടിട്ട് ആ ഉസ്താദത്തായ നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് ദ്വാർക്കുന്നതോടെ ഷാഫി ഇമാം തങ്ങൾ അസുഖം സുഖമാകലാണ് പതിവ്. അങ്ങനെയാണ് മഹാനവറുകളുടെ ജീവിതത്തിന്റെ ശൈലി. ഈ അടി കിട്ടിയിട്ട് രക്തം പൊട്ടിയിട്ട് അസൂയക്കാരൻ അസൂയന്റെ മൂർച്ച നോക്ക് നിങ്ങൾ. അള്ളാഹു നമ്മളെ ഖൽബിനെ നന്നാക്കി തരട്ടെ. ഒരാൾക്ക് അള്ളാഹു തആല കൊടുത്ത ഒരു നിയമത്തിൽ നമുക്കൊരു കണ്ടുകടിയും വേണ്ട സഹോദരങ്ങളെ. വലിയൊരു രോഗമാണ്. ഈമാൻ ഇങ്ങനെ കുറഞ്ഞു പോകുന്ന രോഗമാണ് ഹസദ് എന്നത്. ഈമാൻ പെട്ടെന്ന് കുറഞ്ഞു. നമ്മൾ പറയില്ല, ചില സാധനങ്ങൾ കഴിച്ചാൽ ഷുഗർ പെട്ടെന്ന് കൂടിപ്പോകും, ഷുഗർ പറ്റ താഴെ പോകും. ഇതേപോലെ പിടിപെട്ടാൽ പെട്ടെന്ന് ഈമാൻ കുറഞ്ഞു പോകുന്ന ഒരു സാധനമാണ് ഹസദ് എന്നത്. ഷാഫി ഇമാം തങ്ങളുടെ മുന്നിൽ വരുന്ന ശിഷ്യന്മാരെ കണ്ടിട്ട് ഇവർക്ക് ഹസദ്. കുറച്ച് പണ്ഡിതന്മാർ എന്നിട്ട് ഒരു വട്ടം കൂട്ടിയിട്ട് ഇതായിരുന്നു ഷാഫി ഇമാം തങ്ങളൊന്ന് മരിക്കണമെന്ന്. ഹസദിന്റെ മൂർച്ചത്രേ. രോഗം മാറാൻ ദ്വാരക്കലുണ്ട്, ദിക്റാൽ കയ്യില് സമ്പത്തിൽ വർക്കത്തിട്ടാൻ ദ്വാരക്കലുണ്ട്, സന്താനങ്ങളിൽ വർക്കത്തിട്ടാൻ ദ്വാരക്കലുണ്ട്, മറ്റു പല മുറാദുകൾക്ക് വേണ്ടി ദ്വാരക്കലുണ്ട്. ഇങ്ങനെയുണ്ട് ഒരു ദ്വാ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മരിക്കാൻ വേണ്ടി ഒരു ദ്വാ. ഇതാരോ പോയിട്ട് ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മരിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ അവിടെ വട്ടം കൂടി ദ്വാരക്കുന്നുണ്ട്. സാധാരണക്കാരല്ല, പണ്ഡിതന്മാര്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചിരിച്ചിട്ട് പറഞ്ഞു, സാധുക്കളാണല്ലോ. ദ്വാരുന്നവർ സാധുക്കളാണ്. എന്തേ ഷാഫി ഇമാം തങ്ങൾ പറയാൻ കാരണോ? തമന്നാ ഉനാസുൻ അൻ അമൂതാ വഇൻ അമുത് ഫതിൽക സബീലുൻ ലസ്തു ഫിഹാ ബിഔഹദീ. അവരാ ആഗ്രഹം നല്ല ആഗ്രഹമാണെങ്കിൽ, അവരാ ആഗ്രഹം ശരിയാണെങ്കിൽ മരണം എന്നത് എനിക്ക് മാത്രമുള്ളൊരു വിഷയമാകണ്ടേ. ഞാൻ മാത്രമല്ലല്ലോ മരിക്കുക, അവർക്കും മരണമുണ്ടല്ലോ. പിന്നെന്തിനാണ് അവർ വരുന്നത്? അതേതായാലും വരാനുള്ളത് തന്നെയല്ലേ, എനിക്ക് മാത്രമല്ല നിശ്ചയിച്ചതല്ലോ. അവർ ചിന്തിക്കാതെ ദ്വാരന്നുപോയ സാധുക്കളാണ്. ഷാഫി ഇമാം തങ്ങളോടുള്ള ഹസദിന്റെ മൂർച്ച കൊണ്ട് സുബ്ഹാനല്ലാഹ്, ഷാഫി ഇമാം തങ്ങൾ നടന്നു പോകുമ്പോ അടി കിട്ടി. ആ അടിയിൽ ഷാഫി ഇമാം തങ്ങൾ താഴെ വീണു. രക്തം പൊട്ടി ഷാഫി ഇമാം തങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. സന്ദർശകര് വരുന്നു. നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നു. രോഗം ഭേദമാകാൻ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ബീവി നഫീസ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനിപ്പോ ദ്വാരക്കുന്നില്ല. ഷാഫി ഇമാം തങ്ങൾക്ക് അള്ളാഹുവിന്റെ ലിഖാ കൊണ്ട് അള്ളാഹു സുഖം കൊടുക്കട്ടെ. പോകാനായിട്ടുണ്ട്, ദുനിയാവിൽ നിന്ന് മടങ്ങാനായിട്ടുണ്ട്. മത്താഹുല്ലാഹു ബിലിഖാഇല്ലാ, അള്ളാന്റെ ലിഖാ കൊണ്ട് അള്ളാഹു സുഖം നൽകട്ടെ എന്ന വിവരം ശിഷ്യന്മാര് വന്ന് പറഞ്ഞപ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കുളിക്കാനൊരുങ്ങുന്നു. ഒരുക്കമാണ് കേട്ടോ, മടങ്ങിപ്പോകാനുള്ള ഒരുക്കമാണ്. കുളിക്കാൻ തയ്യാറായി കുളിച്ച് നല്ല വെള്ളവസ്ത്രം ധരിച്ച് അത്തറെല്ലാം പുരട്ടി ശിഷ്യന്മാർക്ക് വസിയത്ത് കൊടുത്ത് കട്ടിലിൽ കിടക്കുമ്പോ മരണം ആസന്നമായി എന്ന് കാണുന്ന ശിഷ്യന്മാരെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അവിടെ വെച്ച് യാസീൻ ഓതി തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഈ അടുത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റൂ, യാസീൻ കേട്ട് മരണപ്പെട്ടവരെ ഷാഫി ഇമാം തങ്ങൾ പിരിയുന്നത് ശിഷ്യന്റെ യാസീനോത്ത് കേട്ടുകൊണ്ടാണ്. എന്തൊരു സന്തോഷമുള്ള വിടവാങ്ങലാണ്. അതേ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വീട്
വൃത്തിയാക്കാൻ വേണ്ടി ഭാര്യയോട് പറഞ്ഞില്ലേ, പെണ്ണെ ഈ റൂമൊക്കെ ഒന്ന് വെള്ളം ഒലിപ്പിച്ച് എല്ലാം ഒന്ന് വടിച്ച് വൃത്തിയാക്കണം, ചില ഗസ്റ്റുകൾ ഇതാ വരാൻ ഒരുങ്ങുന്നുണ്ട്. അവര് വന്നപ്പോ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു കൈ നീട്ടിയിട്ട് സലാം പറയുന്നു. ചിലരുടെ സലാം മടക്കുന്നു. മടക്കുന്ന മലക്കുകളെ ശബ്ദം കേൾക്കുന്നില്ല, കുടുംബക്കാരും കാണുന്നില്ല. പക്ഷേ സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് പൊതിഞ്ഞിട്ട് സലാം പറയുമ്പോഴുള്ളൊരു സന്തോഷം എത്ര വലുതാണ്. നല്ല രൂപത്തിലും ഭാവത്തിലുമല്ലേ ആ മടക്കം. ഇതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്, ഏതൊരു മയ്യിത്തും പിരിഞ്ഞു പോകുന്നത് ഇമ്മാ മുസ്തരീഹുൻ ഔ മുസ്തറാഹുൻ അലൈഹി, ഒരു പക്ഷേ പിരിഞ്ഞു പോകുന്നവന് വലിയ സന്തോഷമാണ്. എന്താണ് അവന് സന്തോഷം? ദുനിയാവിന്റെ ക്ഷീണം ഇനിയില്ല, ഇനി ആഖിറത്തിന്റെ സുഖമാണ്. അവൻ പിരിഞ്ഞു പോകുമ്പോ ജനങ്ങൾക്ക് വിഷമമാണ്, ഭൂമിക്ക് വിഷമമാണ്, ആകാശത്തിന് വിഷമമാണ്, മുസല്ലക്ക് വിഷമമാണ്. അവന്റെ മുസല്ല കരയുന്നുണ്ട്. എന്നും നിസ്കരിക്കുന്ന നിസ്കാരപ്പായ ഇന്ന് സുജൂദ് ചെയ്യാൻ ഉമ്മ വന്നിട്ടില്ലല്ലോ, ഇന്ന് സുജൂദ് ചെയ്യാൻ ചെറുപ്പക്കാരൻ വന്നിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് മുഅ്മിനായ മനുഷ്യന്റെ മുസല്ല ബക്കത്ത് അലൈഹി മുസല്ല, മരിച്ച സന്ദർഭത്തിൽ സുജൂദ് കിട്ടാത്തത് കൊണ്ട് കരയുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ കരച്ചിൽ കൊണ്ടിങ്ങനെ യാത്രയാക്കുന്നുവെങ്കിലും പോകുന്നവന് സന്തോഷമാണ്. അതേ സമയത്ത് രണ്ടാമത്തൊരു തരക്കാരുണ്ട്, മുസ്തറാഹും മിൻഹു. അയാൾ പോയാൽ ഇവിടെ ദുന്യാവിന് സന്തോഷാണ്, അയാൾ പോയാൽ ഇവിടെ മനുഷ്യന്മാർക്ക് റാഹത്താണ്, അയാൾ പോയാൽ മരങ്ങൾക്ക് റാഹത്താണ്, അയാൾ ഇവിടെ ഭാരമായിരുന്നു, അയാളെ ദുശ്ചെയ്തികൾ എല്ലാ അദാബിനും കാരണമായിരുന്നു. അയാളെ പോക്കുകൊണ്ട് ദുനിയാവും ആഖിറവും അവര് കരയുന്നില്ല. അതുകൊണ്ടല്ലേ ഫിർഔനിന്റെ കൂടെ കൽസം നദിയിലും നൈൽ നദിയിലും പിന്നാലെ കടന്ന ലക്ഷങ്ങളും അവിടെ വെച്ച് മരണമടഞ്ഞപ്പോ ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻദരീൻ. ആ രാജാവിന് വേണ്ടി ആകാശം കരഞ്ഞില്ല, ഭൂമി കരഞ്ഞില്ല. അതേ സമയത്ത് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വിട വാങ്ങിയപ്പോ ഇഹ്തസ്സ അർശുർ റഹ്മാൻ ലിമൗതി സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് അല്ലാഹുവിന്റെ അർശ് വിറച്ചുപോയി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ജിന്നുകൾ അനുശോചനം നടത്തിയിട്ട് പാട്ടുപാടുന്നത് മനുഷ്യന്മാർ കേട്ടുപോയി. കാരണം അവർ പോകുമ്പോ എല്ലാവർക്കും വിഷമമാണ്, പക്ഷേ പോകുന്ന വ്യക്തിക്ക് സന്തോഷമാണ്. മറ്റേതോ പോകുന്നവന് ഇടങ്ങേറാണ്. ദുനിയാവിലുള്ളവർക്ക് സന്തോഷാണ്, മരങ്ങൾക്ക് സന്തോഷമാണ്, ആകാശത്തിനും ഭൂമിക്കും സന്തോഷമാണ്. കാരണം അവനൊരു ഭാരമായിരുന്നു. രണ്ട് യാത്രകളുണ്ട്, രണ്ട് മടക്കങ്ങളുണ്ട്. ദുനിയാവും ദുനിയാവിലുള്ള സർവ്വ വസ്തുക്കളും നമുക്ക് സന്തോഷം പകർന്ന് നല്ല നിലക്ക് യാത്രയപ്പ് നൽകുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥന നൽകിയിട്ട് നമ്മെ യാത്രയപ്പ് നൽകുന്ന, നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയ്ക്ക് വേണ്ടി ആകാശവും ഭൂമിയും മുസല്ലയും ഖുർആനും എല്ലാം നല്ല നിലക്ക് സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ പോകണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അപ്പൊ മുഅ്മിനുകളെ, നല്ലത് കേട്ടുകൊണ്ട് മരിക്കാൻ കഴിയുക ചെറിയ ഭാഗ്യമല്ല. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഖുർആൻ കേട്ടിട്ടാണ് വഫാത്തായി പോയത്. നമുക്കൊക്കെ അറിയാം യാസീൻ ഓതണം, മരിക്കാൻ കിടക്കുന്ന ആളെടുത്ത് മരണം ആസന്നമാകുമ്പോ യാസീൻ ഓതണം, സൂറത്തുർ റഅദ് ഓതണം. പക്ഷേ ആരും ഓതൂല, ഓതുന്ന ആളുകൾ കുറവായിരിക്കും. എന്നാൽ അങ്ങനെ ഓതി കേൾക്കാനുള്ള ഒരു ഭാഗ്യം ചെറിയ ഭാഗ്യമല്ല. പിന്നെ അവിടെ ഇബ്ലീസിന്റെ വരവില്ല. ഖുർആനോത്തിന്റെ അവിടെ ഇബ്ലീസിന്റെ വരവുണ്ടോ? ശൈത്താനിന്റെ പ്രചന്ന
പ്രവേശമുണ്ടോ? ഈമാൻ ഊരിക്കൊണ്ടുപോകാൻ വരുമോ? ഇല്ല. ഖുർആൻ ഓതിയിട്ട് ഇവിടെ വാങ്ങുന്നൊരു സന്ദർഭവും ഉണ്ട്. മരണമാകും എന്റെ ബിണ്ടില് ഓതി അൻആമാനേ, മാനിദാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. മരിക്കുന്നതിന്റെ മുമ്പ് ഖബർ കുഴിച്ച് ആ ഖബറിൽ ഇറങ്ങിയിട്ട് ആയിരക്കണക്കിന് ഖത്മ് ഓതി തീർത്ത ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ അവസാന നേരത്തും വഫാത്തിന്റെ നേരത്ത് രോഗം കലശലായി കൂടി വന്നപ്പോ ഭർത്താവും ബന്ധുക്കളും കൂടിയിട്ട് ഡോക്ടർമാരെ കൊണ്ടുവന്നു. വൈദ്യന്മാര് പറഞ്ഞു, ഉമ്മാനോട് നഫീസ ഉമ്മയോട് ഒന്ന് വെള്ളം കുടിക്കുമോ? രോഗം മൂർജിച്ചിട്ടുണ്ട്, ഒന്ന് ഗുളിക കഴിക്കുമോ രോഗം ഒന്ന് മാറാനാ? നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രതികരണം, ഇസ്രിഫൂ അന്നി തബീബി വദഊനി വഹബീബി. വൈദ്യന്മാരെ കൊണ്ടുപോകൂ, എന്നെയും എന്റെ ഹബീബായ റബ്ബിനെയും വിട്ടേക്കൂ. അള്ളാഹു എന്നിലേക്ക് നോക്കിയിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും മരുന്ന് കഴിക്കാൻ ഇപ്പൊ താല്പര്യപ്പെടുന്നില്ല. കാരണം 30 കൊല്ലമായി ഞാൻ അള്ളാഹുവിനോട് ദ്വാർക്കുന്നത്, അല്ലാഹുമ്മ തവഫനി സ്വായിമാ, നോമ്പുകാരിയായിട്ട് എന്നെ പിടിക്കണേ അല്ലാ. ഞാനിപ്പ മരുന്ന് കഴിച്ചാൽ എന്റെ നോമ്പ് പോയി പോകും, ഞാനിപ്പ മരുന്ന് കൂടി കഴിച്ചാൽ എന്റെ വാഗ്ദാനം മുറിഞ്ഞു പോകും. അപ്പൊ ഇന്ന് അല്ലാഹു എന്നെ വിളിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. 30 കൊല്ലമായിട്ടുള്ള എന്റെ പ്രാർത്ഥന നടക്കണമല്ലോ. ഡോക്ടർമാരെ കൊണ്ടുപോയപ്പോ ബന്ധുക്കൾ ഒരു ഭാഗത്തേക്ക് മാറി നിന്നപ്പോ മഹദി ഓതി തുടങ്ങി സൂറത്തുൽ അൻആം ഓതുകയാണ്. അൽബഖറ മുതൽ അങ്ങനെ ഓതി ഓതി അൻആം സൂറത്ത് ഓതി. അതിന്റെ ഇടയിൽ ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. വിശ്വാസികൾക്ക് അല്ലാഹു ദാറുസ്സലാം എന്നൊരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് അവിടെ പ്രവേശനം നൽകുമാറാകട്ടെ. ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ അടുക്കൽ അല്ലാഹു ദാറുസ്സലാം ഒരുക്കിയിട്ടുണ്ട് എന്ന ആയത്ത് തീരലോടെ മഹദി വിടവാങ്ങിപ്പോയി. നമുക്കും ഒരു മടക്കമുണ്ട്. നമ്മൾ മരണത്തിൽ നിന്ന് ഓടുകയാണെങ്കിൽ നമ്മളെ പിന്നാലെ അത് പിടികൂടാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിശ്ചയം ഒരു സമയം വരാനുണ്ട്. ആ സമയത്ത് എനിക്കും നിങ്ങൾക്കും പോകേണ്ടതുണ്ട്. ഇവിടെ ഒരാൾക്കും ഒരു മിനിറ്റ് പോലും പിന്തിച്ചു തരാൻ കഴിയില്ല. ഒരാൾക്കും ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നാക്കി തരാൻ കഴിയില്ല. പക്ഷേ പോകുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. പോകുന്നത് നല്ല ഹാലത്തിലാകണം. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആനോത്തിനിടയിലല്ലേ വിടവാങ്ങിയത്, ഷഹാദത്തിന്റെ മധുരം ഏറ്റുവാങ്ങിയത്. വിപ്ലവകാരികൾ വീട്ടുതടങ്ങളിൽ പാർപ്പിച്ച മഹാൻ നോമ്പ് നോറ്റുകൊണ്ട് ഖുർആനോതുമ്പോ സൂറത്തുൽ ബഖറയിലെ 1-ാമത്തെ ജുസ് അവസാനിക്കുന്ന നേരത്ത് ശത്രുക്കൾ വന്ന് വെട്ടിപ്പോയി. അതിൽ നിന്ന് ഒരു തുള്ളി രക്തം ഖുർആനിലെ അവർക്ക് മറുപടിയായി ധ്വനിപ്പിക്കുന്നൊരു ഭാഗത്ത് വന്ന് വീണു. പേടിക്കേണ്ടതില്ല ഉസ്മാൻ തങ്ങളെ. ഈ വിപ്ലവകാരികൾക്ക്, ഈ പോരാളികൾക്ക്, ഈ ഫിത്നക്കാർക്ക് അല്ലാഹു മതിയാക്കി കൊടുക്കും. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നാളെ വിടവാങ്ങുന്ന നേരത്ത് രക്തക്കറ പുരണ്ട ഖുർആൻ സാക്ഷിയാണ്. അവസാനം സൂറത്തുൽ ബഖറയിലെ 1-ാമത്തെ ജുസ് അവസാനിപ്പിച്ചിട്ടല്ലേ വിടവാങ്ങിയത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ ബറക്കത്തല്ലേ അതുകൊണ്ട് നേടിയത്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരങ്ങളെ, എന്നും ഉയർത്തിപ്പിടിക്കേണ്ട മുദ്രാവാക്യം അതാണ്. അവസാനം ഓർമ്മ വരിക, അത് ദിക്റാണ്, ഖുർആനാണ്. അത് കേൾക്കാനും അത് ഓതാനും സമയം കണ്ടെത്തി നമ്മുടെ അവസാനത്തെ നേരത്തും അങ്ങനത്തെ ഒരു ഹാലത്ത് വരണം.
വരണം. അള്ളാഹു നമുക്കതിന് അവസരം തരട്ടെ. നല്ല സന്ദർഭത്തിന് പിരിയാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ്. തിങ്കളാഴ്ച ദിവസം വഫാത്താൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. തിങ്കളാഴ്ച രാത്രി വഫാത്താകാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാവിലോ വഫാത്താകാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അതൊക്കെ നല്ല മരണത്തിന്റെ ലക്ഷണമാകുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 63ാമത്തെ വയസ്സിലാണല്ലോ മഹാനവർകൾ വഫാത്താകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പനി ബാധിച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുത്തിങ്ങനെ കിടക്കുന്ന നേരത്ത് മകളോട് ചോദിച്ചു, മോളെ ഇന്നേതാ ദിവസം? സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, തിങ്കളാഴ്ച മരിക്കുന്നതും വലിയ ശ്രേഷ്ഠത ഉള്ളതാണ്. വെള്ളിയാഴ്ച രാവ് മാത്രല്ല, തിങ്കളാഴ്ചയല്ലേ നമ്മുടെ നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിട വാങ്ങിയത്. അവിടുന്ന് പൂജാതരായതും തിങ്കളാഴ്ചയല്ലേ. അവിടുന്ന് ഹിജ്റ പോയതും ഹിജ്റ മദീനയിൽ എത്തിയതും തിങ്കളാഴ്ചയല്ലേ. തിങ്കളാഴ്ച തന്നെ ഒരു നോമ്പ് അല്ലാഹു തആല സുന്നത്താക്കി തന്നില്ലേ. തിങ്കളാഴ്ചക്ക് അത്ര വലിയ മഹത്വമുണ്ട്. അത്തിങ്കളാഴ്ച തന്നെ നഖം മുറിക്കലും സുന്നത്തല്ലേ. നിങ്ങൾ നോക്കി, ഈ തിങ്കളാഴ്ച വഫാത്താകുന്നതിന്റെ മഹത്വം എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊണ്ടുവന്നിട്ടുണ്ട് സ്വഹീഹുൽ ബുഖാരിൽ. ബാബു മൗത്ത് യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വം പറയുന്ന ബാബ്. അതിൽ കൊടുത്തിരിക്കുന്ന ഹദീസ് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് തിങ്കളാഴ്ചയാണ്. രണ്ടാമത്തെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് ചോദിക്കുന്നു, ഏതാ ദിവസം? തിങ്കളാഴ്ച. മഹാനവറുകൾ ആശ പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഇന്നൊന്ന് മരിച്ചിരുന്നെങ്കിൽ, എന്റെ ഹബീബ് വഫാത്തായ ദിവസമാണല്ലോ തിങ്കളാഴ്ച, ഇന്നെനിക്ക് മരണം വന്നാൽ എത്ര നന്നായിരുന്നു. ആ താല്പര്യവും തിങ്കളാഴ്ചയുടെ മഹത്വത്തിലേക്കുള്ളൊരു തെളിവാണ്. പക്ഷേ സിദ്ദീഖ് തങ്ങൾ നേരെ പിറ്റേ ദിവസമാണ് വഫാത്തായത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, മഹാനവറുകൾ അങ്ങനെ ആഗ്രഹിച്ചു എന്നതാണ് ബുഖാരി ഇമാമ് തെളിവാക്കിയത്. വെള്ളിയാഴ്ച വഫാത്തായാലും വലിയ ഭാഗ്യമാണ്, വെള്ളിയാഴ്ച രാവിലെ വഫാത്തായാലും വലിയ ഭാഗ്യമാണ്. ഖബറിലുള്ള ചോദ്യത്തിനും ഖബറിലുള്ള ശിക്ഷക്കുമൊക്കെ വലിയ എളുപ്പം അതുകൊണ്ട് ഉണ്ടായിത്തീരുന്നു എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഖബറിലെ ഫിത്നയിൽ നിന്ന് മോചനം കിട്ടുമെന്ന് വന്നിട്ടുണ്ട്. ഒരിക്കലും ഈമാൻ തെറ്റിയ രീതിയിൽ മരണപ്പെടരുത്, നജസായ സ്ഥലത്ത് മരണപ്പെടരുത്. അതേ, ദുർമരണം നമ്മളിൽ ഉണ്ടാകരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഷഹാദത്തിന്റെ മരണം കിട്ടിയാൽ വലിയ ഭാഗ്യമല്ലേ. നമുക്കും കിട്ടും, ചില ആളുകൾക്ക് ഷഹാദത്ത് കിട്ടും. കണ്ടില്ലേ നിങ്ങൾ, പ്രസവത്തിൽ മരണപ്പെടുന്ന സഹോദരി പ്രസവ വേദന സഹിക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയി. ഷഹീദാണല്ലോ, ആഖിറത്തിലെ ഷഹീദാണ്. ഖബറിൽ ചോദ്യമില്ല. കുളിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയതാണ്, ആ ഇറക്കത്തിൽ കാലുവൈദ്യ വീട്. അതേ, നീന്താനൊന്നും അറിയില്ല, കരയിൽ വെച്ച് കുളിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അങ്ങ് പെട്ടുപോയി, വെള്ളത്തിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയി. ആള് ഷഹീദാണല്ലോ. അശ്ശുഹദാഉ സിത്തുൻ, അങ്ങനത്തെ ശുഹദാക്കൾ 6 ഉണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്ലേഗ് രോഗവും വസൂരി രോഗവും ബാധിച്ച് മരണപ്പെടുന്ന ആള്, വയറിന് വല്ലാത്ത വേദനയും രോഗവും ബാധിച്ച് മരണപ്പെടുന്ന ആള്, കെട്ടിടങ്ങൾ വീണിട്ട് അതിന്റെ ഉള്ളിൽ പെട്ടുപോയ ആള്, അതേ, തീ അങ്ങോട്ട് അളിപ്പടർന്ന് പിടിച്ചപ്പോ കത്തിക്കരിഞ്ഞു പോയി അറിയാത്ത അവസ്ഥയില്, മണ്ണെണ്ണ എടുത്തിട്ട് തലയിൽ ഒഴിച്ചിട്ട് തീ കൊളുത്തിയിട്ട് ആത്മഹത്യ ചെയ്യുന്നതല്ല, മരിക്കാൻ വേണ്ടി പുഴയിലേക്ക് കൽപ്പിച്ചൂട്ടി ചാടി മരിക്കുന്നതല്ല, തീവണ്ടിക്ക് തല കൊടുത്ത് മരിക്കുന്നതല്ല, വീട്ടിലെ പ്രശ്നം കാരണം ഒന്നിലേക്ക് റോട്ടിലേക്ക് എടുത്തു ചാടിയിട്ട് ഏതെങ്കിലും ലോറിയോ മറ്റോ വന്നിടിച്ചിട്ട് മരണപ്പെടുന്നതല്ല. അതെ, നല്ലൊരു മഈശത്തിന് വേണ്ടി പോകുമ്പോ, ജമാഅത്തിന് വേണ്ടി പോകുമ്പോ, കുടുംബത്തിന് അധ്വാനിക്കാൻ വേണ്ടി പോകുമ്പോ, ദീനീ സേവനത്തിന് പോകുമ്പോ അറിയാതെ ആക്സിഡന്റിൽ വിട്ട് മരണപ്പെട്ടു പോയി. അബ്ദുറഹ്മാൻ ഹാജി മരണപ്പെട്ടില്ലേ ഈ അടുത്ത്, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അങ്ങനെ ധാരാളം ആളുകൾ, നമ്മുടെ ഓഫ് വാലിദ് സാഹിബ് മരണപ്പെട്ടില്ലേ, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ദറജ ഏറ്റി കൊടുക്കട്ടെ. അതൊക്കെ ഷഹാദത്തിന്റെ മരണമാണ് കേട്ടോ. ആ
ശുഹദാഇന്റെ രീതിയിൽ മരിക്കാൻ കഴിയുന്നതും വലിയൊരു ഭാഗ്യമാണ്. അവരെ ശരീരത്തിനും അല്ലാഹു നല്ല മടക്കം കൊടുക്കുന്നുണ്ട്, നല്ല പവർ കൊടുക്കുന്നുണ്ട്. അവസാനം ഈ രൂപത്തിൽ ഒരു ഷഹാദത്ത് കിട്ടിയിട്ട് മരണപ്പെട്ടു പോകുന്ന ആള്, നിങ്ങൾ നോക്കയാളെ ശരീരത്തിന് അല്ലാഹു കൊടുക്കുന്ന ബറക്കത്ത് എത്രയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വിഷയത്തിനും രണ്ടാമതായി പേര് പറയുന്ന ആളാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവോട് നിത്യമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലാഹുമ്മ അർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക, റബ്ബേ നിന്റെ മാർഗത്തിൽ എനിക്ക് നീ രക്തസാക്ഷിത്വം തരണം. വജഅൽ മൗതി ഫീ ബലദി റസൂലിക്, എന്റെ മരണം നിന്റെ റസൂലിന്റെ നാട്ടിലാക്കി തരണം. മക്കയിൽ വെച്ചാക്കരുത്, ഫലസ്തീനിൽ വെച്ചാക്കരുത്, വേറൊരു ഭാഗത്തും വെച്ചാക്കരുത്. മദീനയിൽ എനിക്ക് മരിക്കാൻ കഴിയണം. നല്ല സ്ഥലത്ത് മരിക്കാൻ കഴിയാന്ന് വലിയ ഭാഗ്യമാണ്. ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം വഫാത്തിനോടനുബന്ധിച്ച് മലക്കിനോട് പറഞ്ഞില്ലേ, അസ്രായീലിനോട്, എന്റെ റൂഹിനെ പിടിക്കണമെങ്കിൽ ഇവിടുന്ന് പിടിക്കരുത്, ബൈത്തുൽ മഖ്ദിസിലേക്ക് എന്നെ കൊണ്ടുപോകണം. ബാബു മൻ അഹബ്ബ ദഫ്ന ഫിൽ ബിലാദിൽ മുഖദ്ദസ, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. പരിശുദ്ധമായ നാടുകളിൽ മരണപ്പെടണം, അവിടെ മറമാടണം എന്ന് ആഗ്രഹിക്കുന്നവരെ പറ്റി പറയുന്ന അധ്യായം. മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ പറഞ്ഞു, ഇവിടുന്നല്ല ഞാൻ മരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അവിടെയാണ് എനിക്ക് കടക്കേണ്ടത്. അവിടെയാണല്ലോ ഖബറുള്ളത്, മസ്ജിദുൽ അഖ്സയുടെ ചാരത്ത് തന്നെയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രായിലിന്റെ യാത്രയിൽ ആ ഖബറിന്റെ പരിസരത്തൂടെ പോകുമ്പോ മൂസാ നബി അലൈഹി സ്വലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് തങ്ങൾ കണ്ടു എന്ന് സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം. നിങ്ങൾ നോക്കി, ആ മൂസാ നബി അലൈഹി സ്വലാം തന്റെ നാട്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി ആക്കാൻ പറഞ്ഞു. അവിടുന്ന് അപ്പൊ നല്ല നാടുകളിൽ പിരിയാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരത്തിൽ കുത്തേറ്റ് വീട്ടിൽ കൊണ്ടുപോയി വന്ന് കിടത്തിയിട്ട് ബോധം തെളിയുമ്പോ ചോദിക്കുന്നു, മോനെ ആരാണ് എന്നെ കുത്തിയത്? കുത്തിയ ആള് മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളല്ലാന്ന് കേട്ടപ്പോ മഹാനവർകൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഞാൻ ചോദിച്ച ചോദ്യം അള്ളാഹു എനിക്ക് തന്നു. ഞാൻ അള്ളാന്റെ മാർഗത്തിൽ ഒരു ഷഹാദത്ത് ചോദിച്ചു, ആ ഷഹാദത്തിലൂടെ എനിക്ക് പിരിഞ്ഞു പോകണം, രക്തസാക്ഷിയായിട്ട് എനിക്ക് പിരിഞ്ഞു പോകണം. ഞാൻ അള്ളാഹു തആലയോട് ചോദിച്ചിരുന്നു, അള്ളാഹു എനിക്ക് തന്നല്ല, അൽഹംദുലില്ലാഹ്. അല്ലദീ ലം യജൽ മൗതി ബിയദി മുസ്ലിം, ഒരു മുസ്ലിമിന്റെ കൈകൊണ്ടാക്കിയില്ലല്ലോ എന്റെ മരണം. അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ശരീരത്തിന്റെ പോരിശ നോക്ക് നിങ്ങൾ. നേരത്തെ എണ്ണിയ സർവ്വ ശുഹദാക്കൾക്കും ആ പോരിശയുണ്ട്. അവരുടെ മടക്കം നല്ല മടക്കമായതുകൊണ്ട് പിന്നിലുള്ള അവസ്ഥയൊക്കെ നല്ല അവസ്ഥയാണ്. ഖബറിൽ കിടക്കുന്നതും നല്ല വിവിഐപികൾ കിടക്കും പോലെയാണ്. ഇവിടെ നിങ്ങൾ നോക്കി, ഉയർന്ന ആളുകൾ കിടക്കുന്ന റൂമിൽ അവിടെ ചെതലിന് പ്രവേശനമില്ല, ഉറുമ്പ് പോലും പ്രവേശിക്കാൻ അങ്ങോട്ട് വഴി തുറക്കൂല, ഈച്ച വരാൻ അങ്ങോട്ട് അവസരം കൊടുക്കൂല, ഒന്നുമില്ല, നല്ല ഫ്രഷാണല്ലോ. എന്നാൽ നല്ല നിലക്ക് പിരിഞ്ഞവരുടെ മടങ്ങിയവരുടെ അന്ത്യയാത്ര കഴിച്ചിട്ട് വിശ്രമിക്കുന്ന കേന്ദ്രങ്ങൾ അവരെ ശരീരത്തിന് ചിതലേൽക്കുന്നില്ല, പുഴുവരിക്കുന്നില്ല. പുറത്ത് കാണുന്ന സർപ്പത്തേക്കാൾ വിഷലിപ്തമായ സർപ്പങ്ങൾ അന്തിയുറങ്ങുന്ന മണ്ണറയിൽ ഒരു സർപ്പം പോലും അവരെ എത്തി നോക്കുന്നില്ല, ഒരു തേള് വന്ന് കടിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായി 15 കൊല്ലക്കാലം കഴിഞ്ഞിട്ട് രാജ്യം ഭരിച്ച നേതാവാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാനവർകളുടെ പേരക്കുട്ടിയാണ്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് ഒരു വലിയ പരിഷ്കാരങ്ങൾ പലതും ഇസ്ലാമിന് സന്തോഷകരമായി കൊണ്ടുവന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഒന്നാണ്, ഞാനും നിങ്ങളും മദീനയിൽ നിന്നെത്തിയാൽ കാണുന്ന രീതിയിൽ ആ ഹുജ്റത്തു ഷരീഫയുടെ ഭിത്തി മുകളിലെ വാർപ്പിന്റെ ഭാഗത്തേക്ക് മുട്ടിച്ചത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ്. അന്ന് തൊഴിലാളികൾ വന്നിട്ട് തായ് ഭാഗത്തുനിന്ന് തറ കീറിയിട്ട് മണ്ണ് മാന്തിയിട്ട് അടിയിൽ നിന്ന് തറ പൊക്കി കൊണ്ടുവരാൻ വേണ്ടി മണ്ണിങ്ങനെ നീക്കിയപ്പോ നല്ല ചൊറുക്കുള്ള ഒരു കാല് വെളിവായി. കെട്ടുകഥ പറയുകയല്ല, സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. ഒരു കാല് പുറത്തേക്ക് വെളിവായി, ഒരു കാൽപാദം. തൊഴിലാളികൾ പേടിച്ചുകൊണ്ട് പണി നിർത്തിപ്പോയി. ആരോ ഒരാള് പറഞ്ഞു, ഹാദാ ഖദമു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബിതങ്ങളെ കാൽപാദമാണല്ലോ. മണ്ണ് കുടിക്കുന്ന കുഴിവെടുക്കുന്ന ആളുകൾ പേടിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ പൊരുത്തക്കേട് വാങ്ങിയവരായി. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരം നമ്മൾ വെളിവാക്കാൻ പറ്റൂലല്ലോ.
പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അന്ന് മദീനയിൽ ജീവിക്കുന്ന മദീനയിലെ 7 കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഒരാളെന്ന ഖ്യാതി നേടിയ ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, പേടിക്കണ്ട, വല്ലാഹി മാ ഹിയ ഇല്ലാ ഖദമു ഉമറ, ഇത് നബി തങ്ങളെ കാൽപാദമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാൽപാദമാണ്. എത്ര വർഷം കഴിഞ്ഞു? ഒരു വർഷം വേണോ ഒരു സാധാരണ ആളുടെ ശരീരം മണ്ണിനോട് ചേരാൻ? അല്ലാഹു നമ്മുടെ ശരീരത്തിന് പവർ നൽകുമാറാകട്ടെ. നിങ്ങൾ നോക്കി, ഈമാനും ഇഖ്ലാസും അമലുണ്ടൊക്കെ കിട്ടേണ്ടി അതാണ്. ഇവിടെ കിടക്കുന്ന റൂമിൽ എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല, അതിന് കേറ്റെടുക്കാൻ ആളുണ്ട്. അവിടെ കിടക്കുന്ന റൂമിലല്ലേ നമുക്ക് സുരക്ഷ വേണ്ടത്, അവിടെയല്ലേ നമുക്ക് സലാമത്ത് വേണ്ടത്. 15 വർഷക്കാലം കഴിഞ്ഞിട്ടും ആ കാലിന് ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കണ്ടില്ലേ ആ നഖം എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. ആ നഖത്തിന്റെ ഒരു ചെറിയ ഭാഗത്ത് ഒരു പൊട്ടൽ കണ്ടില്ലേ നിങ്ങൾ, ഒരു ചെരിവ് കണ്ടില്ലേ, അത് മുമ്പ് ഒരു പരിക്ക് പറ്റിയതാണ്. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാൽപാദമാണ്. സാധാരണ ഒരാളെ ഖബറിലേക്ക് എത്തിച്ചാൽ 3 ദിവസം കഴിയുമ്പോൾ അയാളെ ശരീരത്തിൽ നിന്ന് ആദ്യം വേർപിരിയുന്ന അവയവം 2 കണ്ണുകളാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കണ്ണും വേർപിരിഞ്ഞിട്ടുള്ള കുഴിമാടത്തിലേക്ക് നോക്കാൻ ഒരാൾക്കും കഴിയില്ല, പേടികൊണ്ട് ഓടിപ്പോകും കേട്ടോ. പിന്നെ ശരീരത്തിന്റെ ഓരോ ഭാഗവും ചേരുമ്പോ ഇവിടെ വിവിഐപികൾ കിടക്കുന്നിടത്ത്, ശുഹദാക്കൾ കിടക്കുന്നിടത്ത്, രോഗത്തിലായി കുറെ കാലം കഴിഞ്ഞിട്ട് മരണപ്പെട്ട് കഫാറത്തൊക്കെ വാങ്ങിയിട്ട് പിരിയുന്ന ആള് പോയി കിടക്കുന്ന മണ്ണറയുണ്ടല്ലോ, അത് മണിയറയാണ്, സ്വർഗത്തിലെ വിരിപ്പ് വിരിക്കുന്നറയാണ്. സുബ്ഹാനല്ലാഹ്, ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ആയാലും ആഖിറത്തിലേക്കുള്ള പോക്ക് നല്ല മട്ടത്തിലാകണം. അവിടെ പോയി കിടക്കുന്ന കിടത്തം നല്ല രൂപത്തിലാകണം. അപ്പൊ നിങ്ങൾ നോക്ക്, നല്ല അവസ്ഥയിൽ പിരിയാൻ കഴിയുന്നത്. സുജൂദ് ചെയ്തിട്ട് പിരിഞ്ഞു പോയതുണ്ട്, ഞാൻ ഓരോന്നും എണ്ണുന്നില്ല. നിസ്കാരത്തിൽ വിടവാങ്ങിയവരുണ്ട്, ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ വിടവാങ്ങിയവരുണ്ട്, ഖിദ്മത്തിലായി മുന്നിട്ടുകൊണ്ടിരിക്കുമ്പോ വിടവാങ്ങിയവരുണ്ട്. പക്ഷേ ഏത് നല്ല ഹാലത്തിൽ വിടവാങ്ങിയാലും നല്ല രൂപത്തിൽ പോകാനുള്ള പോക്ക് നമുക്ക് കഴിയണം. അല്ലാഹു അതിന് ഭാഗ്യം നൽകട്ടെ. 90 കൊല്ലം ജീവിച്ച മഹാനാണ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. 40 ആണ്ടോളം പറഞ്ഞോവർ, നന്നായി 90 കാലം ഇരുന്നോവർ. ആ 90 കൊല്ലത്തിനടുക്ക് ഒരു ജലദോഷം പോലും ഉണ്ടായിട്ടില്ല, ഒരു പനി പോലും ഉണ്ടായിട്ടില്ല, ഒരു വേദന പോലും ഉണ്ടായിട്ടില്ല. നല്ല ആഫിയത്താണ് ശൈഖ് ജീലാനിക്ക് അല്ലാഹു തആല കൊടുത്തത്. എന്താണ് അവിടുത്തെ വാദ്? 40 കൊല്ലം വാദ് പറഞ്ഞു. ആഴ്ചയിൽ 3 ദിവസം വാദ് പറയും. ഒരു വാദ് സമാപിക്കുമ്പോ 10,000 ആളുകൾ ഷഹാദത്ത് കലിമ ചൊല്ലും. ഒരു വാദ് തീരുമ്പോ 10,000 ആളുകൾ സദസ്സിന്റെ മുൻഭാഗത്ത് വന്ന് തൗബ ചെയ്തിട്ട് വീണുപോകും. ഒരു വാദിന്റെ സദസ്സ് പിരിയുമ്പോ 3-4 ജനാസകൾ കബറടക്കാനുണ്ടാകും. വാദിന്റെ സദസ്സിൽ വെച്ച് തന്നെ തൗബ ചെയ്തിട്ട് മരണപ്പെട്ടു പോയതാണ് ആ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. പ്രത്യേക ശബ്ദത്തിന്റെ പ്രതീകമാണ്. ഈ ഉപകരണങ്ങളൊന്നും ഇല്ലാതെയല്ലേ 50,000 ആളുകൾക്ക് വാദ് കേൾപ്പിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? 25 കൊല്ലത്തിലധികം ഇസ്ലാമിക വിഷയങ്ങൾ മുഴുവനും പഠിച്ച് ബഗ്ദാദിന്റെ തെരുവീതികളിലൂടെ നടന്നു നീങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യന്മാരെ ഞാനെങ്ങനെയാണ് നേർവഴിയിലേക്ക് കൊണ്ടുവരിക? ഇവര് കണ്ടില്ലേ, ഇസ്ലാമിന്റെ പേരുണ്ട്, പക്ഷേ ഇസ്ലാമിന്റെ ആശയങ്ങളില്ല. ചിലർക്ക് തീരെ തന്നെ ഈമാനില്ല. ഈമാൻ എന്തെന്ന് ചിലർക്ക് തീരെ തന്നെ അറിയില്ല. ഇവരൊക്കെ നന്നാക്കാൻ പറ്റുമോ? ഇവരുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് പേടിച്ച് ബേജാറായി നടക്കുമ്പോ ഒരു ദിവസം ളുഹർ നിസ്കാരത്തിന്റെ മുമ്പ് ഷൗനീസിയ പള്ളി, ഇന്നും ബഗ്ദാദിൽ പ്രസിദ്ധിയാർജിച്ച പള്ളിയാണ്, ഏറ്റവും വലിയ പള്ളിയാണ് ഷൗനീസിയ പള്ളി. ആ പള്ളിയുടെ പരിസരത്തുകൂടെ ഈ ബേജാറുമായി നടക്കുമ്പോ അതാ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വപ്നത്തിലല്ല, ഉണർച്ചയിൽ വന്നിട്ട് ഈ ബേജാറ് തീർത്തു കൊടുക്കുന്നു. മോനെ,
പേരക്കുട്ടിയല്ലേ, 11ാമത്തെ പേരക്കുട്ടി. മോനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, എന്താണ് ബേജാറ്? നബിയേ, ഞാനിതൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കുമോ? ഞാൻ അവരെ വിളിച്ചാൽ അവരെന്നെ ആട്ടിയോടിക്കുമോ? പറയുന്ന ഇൽമൊക്കെ അവർ ഉൾക്കൊണ്ടുകൊണ്ട് നന്നാകുമോ എന്നൊരു ബേജാർ എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോ, ഇഫ്തഹ് ഫാക്ക് വാ തുറക്കൂ, തൊള്ള തുറക്കൂ ജീലാനി തങ്ങളെ. ശൈഖ് ജീലാനി തങ്ങളെ വായിലേക്ക് ഫതഫല ഫീഹി 7 മർറാത്ത്, 7 പ്രാവശ്യം ഉമിനീര് പകർന്നു കൊടുത്തു. ഇന്നത്തെ ളുഹറിന് ശേഷം ഈ പള്ളി ജനനിബിഡമാകും. നിങ്ങൾ അവർക്ക് നസീഹത്ത് ചെയ്തോ, ഉപദേശം പറഞ്ഞു കൊടുത്തോ. രഥം വിളങ്ങി പറവാൻ മടിച്ചാരെ, വേദാംബറവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. എല്ലാ ഗ്രന്ഥങ്ങളും പഠിച്ച് എല്ലാ വിഷയങ്ങളും സമഗ്രമായി കൈക്കലാക്കി കരസ്ഥമാക്കിയ ശേഷം അത് പറയാനൊരു ബേജാറ് വന്നപ്പോ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായത്താൽ പിന്നീട് നടക്കുന്ന പ്രഭാഷണങ്ങളിൽ ശബ്ദത്തിന് തകരാറില്ല, ക്ഷീണമില്ല, വിഷമങ്ങളില്ല. ലക്ഷോപിലക്ഷം ആളുകൾക്ക് വാതുകൊണ്ട് തന്നെ ഹിദായത്ത് ലഭിച്ചില്ലേ? 90 കൊല്ലം ജീവിച്ച മഹാനവർകൾ റബീഉൽ ആഖിർ 10 അതേ കിടത്തത്തിലായി. ജീവിതത്തിൽ ഇതുവരെ രോഗിയായി കിടന്നിട്ടില്ല. മക്കൾ വന്നിട്ട് ചോദിക്കുന്നു, ഷെയ്ഖ് അബ്ദുൽ ജബ്ബാറുൽ ജീലാനി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് അബ്ദുർ റസാഖുൽ ജീലാനി റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് ബാപ്പാനോട് ചോദിക്കുന്നു, ഉപ്പാ എന്തൊക്കെ വിഷമങ്ങളുണ്ട്, വേദനയുണ്ടോ ഉപ്പാ? ശൈഖ് ജീലാനി തങ്ങൾ പറയുന്നു, മക്കളെ, എന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും വേദനിക്കുന്നുണ്ട്. ജമീഉ അഅ്ളാഇ, എന്റെ മുഴുവൻ ഭാഗങ്ങളും വേദന അനുഭവപ്പെടുന്നുണ്ട്. ഇല്ലാ ഖൽബി, എന്റെ മനസ്സിനൊരു വേദനയുമില്ല. വഹുവ മഅല്ലാഹ്, മനസ്സിപ്പയും നല്ല ഊക്കിലാണ്, നല്ല ശാന്തിയിലാണ്, സമാധാനത്തിലാണ്, അള്ളാഹുവുമായുള്ള സംവാദത്തിലാണ്. മലക്ക് എന്റെ ഖൽബ് റബ്ബിലേക്ക് മുന്നിട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എനിക്ക് മരണം പേടിയില്ല, മലക്കുൽ മൗത്തിനെ പേടിയില്ല. കട്ടിലിൽ അങ്ങോട്ട് കയറിക്കടന്ന ശേഷം പിന്നീട് മക്കൾ കാണുന്നത് എന്താണെന്നറിയോ? കൈയിങ്ങനെ പൊക്കിയിട്ട് അവര് കൈ പിടിക്കാൻ വേണ്ടി പോകുമ്പോ തട്ടുന്നുണ്ട്. വഅലൈക്കുമുസ്സലാം, വഅലൈക്കുമുസ്സലാം, വഅലൈക്കുമുസ്സലാം. അതേ, തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. ഈമാനും ഇസ്തിഖാമത്തും ശേഖരിച്ച് ജീവിച്ച് നടന്ന മഹാന്മാർ അവർ യാത്രയാകുമ്പോ മലക്കുകൾ വന്ന് സുവിശേഷം പറയുകയാണ്, മലക്കുകൾ വന്ന് സലാം പറയുകയാണ്. സലാം മടക്കുന്നു. പിന്നീട് ചൊല്ലാൻ തുടങ്ങി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്നു. അബ്ദുർ റസാഖുൽ ജീലാനി തങ്ങൾ പറയുന്നു, അവസാനം ശബ്ദം പതുക്കെയായി വന്നപ്പോ ഞങ്ങൾ കാതടുപ്പിച്ചു നോക്കുമ്പോ ചൊല്ലുന്നത് അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. പിന്നെ അല്ലാഹ് എന്ന ആ ഒരു ജലാലത്തിന്റെ ഇസ്മ പറഞ്ഞു തീരുമ്പോഴാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ റൂഹ് പിരിയുന്നത്. വാ അല്പം തുറന്നിട്ടാണ് കിടക്കുന്നത്. മക്കൾ പോയി നോക്കുമ്പോ അല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോ നാവ് ആ ജലാലത്തിന്റെ ഇസ്മിന്റെ ലാമ് ഉച്ചരിക്കുമ്പോ തഫ്ഖീം കൊടുക്കുമ്പോ മേലോട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ തെറ്റി നിൽക്കലില്ലേ? അതേ ഊനിന്റെ ഭാഗത്തേക്ക് തട്ടി നിൽക്കലില്ലേ? അതേ രൂപത്തിൽ ശൈഖ് ജീലാനി തങ്ങളെ നാവ് മേലോട്ട് പോയി നിൽക്കുന്നു. എന്തൊരു സന്തോഷമുള്ള വിടവാങ്ങലാണ്, എന്തൊരു നല്ല മടക്കമാണ്. അല്ലാഹു ഇത്തരത്തിൽ നല്ല മടക്കം നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും പിരിയണമെന്നുറപ്പാണ്, അതിലാർക്കും സംശയമില്ലല്ലോ. പക്ഷെ ആ മടക്കം നല്ല രൂപത്തിലാകണം.
ഇതിന്റെ ഒരു എതിർചേരിയുണ്ട്, ഒരു സൂൽ ഖാത്തിമയുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അത് പറയുകയാണെങ്കിൽ വീണ്ടും ഇതിനേക്കാളും അധികം സമയം പറയേണ്ടതുണ്ട്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും ആ ഒരവസ്ഥ നമ്മൾ പ്രാപിക്കരുത്. ഈമാൻ സലാമത്താകുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ദ്വാരക്കണം. നമ്മളെ വാപ്പപ്പാപ്പാരൊക്കെ പഴയ കാലത്ത് നിസ്കാരം കഴിഞ്ഞാൽ സലാമത്തുൽ ഈമാൻ ദുആ ചൊല്ലും. എന്നാ ഒന്നും ആൾക്കാർക്ക് ഓർമ്മല്ല. ഇവിടെ ആൾക്കാർക്ക് ഓർമ്മ, ആൾക്കാർക്ക് വേറെ കുറെ സംഗതികളാണ് ഓർമ്മ ഉള്ളത്. വേറെ കുറെ കളികളും വേറെ കുറെ ഐഡിയകളൊക്കെ ഓർമ്മ ഉള്ളത്. സലാമത്തുൽ ഈമാൻ ദുആ വല്യമ്മമാർ ചൊല്ലിയിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅ്ബൂദു ബികുല്ലി മകാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മൗജൂദു ബികുല്ലി സമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മദ്കൂറു ബികുല്ലി ലിസാൻ, യാ ഖദീമൽ ലിസാൻ അൽ അമാൻ അൽ അമാൻ മിൻ സവാലിൽ ഈമാൻ മിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ. അല്ലാഹു തആലാനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നു, എല്ലാ നാവുകൊണ്ടും പറയപ്പെടുന്ന റബ്ബേ, എല്ലാ തലങ്ങളിലും ആരാധിക്കപ്പെടുന്ന റബ്ബേ, എല്ലാ കാലത്തും മൗജൂദായ റബ്ബേ, അൽ അമാൻ അൽ അമാൻ, അഭയം വേണം, അഭയം വേണം, അഭയം വേണം, അഭയം വേണം. മിൻ സവാലിൽ ഈമാൻ, ഈമാൻ നീങ്ങിപ്പോകുന്നതിനെ തൊട്ട് അഭയം വേണം. എന്റെ ഈമാൻ നീങ്ങരുതേ. എങ്ങനെയാണ് ഈമാൻ നീങ്ങൽ? മിൻ ശർരി ശൈത്താൻ, പിശാചിന്റെ കെടുതികൾ കാരണം ഈമാൻ നീങ്ങിപ്പോകും. ഞാൻ അതിൽ നിന്ന് നിന്നോട് അഭയം ചോദിക്കുന്നു. വമിൻ ദുൽമിസ് സുൽത്താൻ, ഭരണാധികാരികളുടെ അക്രമം കാരണവും അനീതി കാരണവും ചിലപ്പോ ഈമാൻ നീങ്ങിപ്പോകും. നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, അഭയം ചോദിക്കുന്നു. ഇങ്ങനെയുള്ള സലാമത്തുൽ ഈമാൻ ദുആ നമ്മുടെ ഉമ്മമാരും ഉമ്മാമ്മമാരും ഉപ്പമാരും ഉപ്പാപ്പമാരൊക്കെ ചൊല്ലിയിരുന്നു. ഈമാനിന്റെ സലാമത്തിന് വേണ്ടി നമ്മളൊക്കെ ദുആർക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യമായി ആവർത്തിച്ച് ദുആ ചെയ്തിരുന്ന കൂട്ടത്തിൽ ഒരു ദുആയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ ത്വാഅതിക. ഖൽബിനെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എന്റെ ഖൽബിനെ നീ ഉറപ്പിച്ചു നിർത്തി തരണം. നിന്റെ ദീനിലും നിന്റെ ത്വാഅത്തിലുമായി ഉറപ്പിച്ചു നിർത്തി തരണം. ഖൽബിന് മാറ്റം വന്നാൽ ബാക്കിയൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് നല്ല നിലക്ക് പിരിയണം, നല്ലത് കേട്ട് പിരിയണം, നല്ല സമയത്ത് മടങ്ങണം, നല്ലതുമായി ബന്ധപ്പെട്ട് പിരിയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതിന് മനസ്സിന്റെ ഉള്ളിലും മനസ്സിന്റെ പുറത്തും എന്റെ ഉമ്മമാരോട് ഉപ്പമാരോട് ചെറുപ്പക്കാരോട് കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരികളോട് സഹോദരന്മാരോട് ഒരൊറ്റ വാക്കും കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുന്നു. ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം വല്ലാതെ മുറുകെ പിടിച്ചെങ്കിലേ നമ്മുടെ ഈമാൻ സലാമത്തായി കിട്ടൂ. ഒരുപാട് രാജാക്കന്മാരുടെ മക്കൾ, ഒരുപാട് നേതാക്കന്മാരുടെ മക്കൾ, ആ രാജാക്കന്മാരും നേതാക്കന്മാരെയും ഒക്കെ അത്ഭുതപ്പെടുത്തി യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ദുനിയാവിൽ നിന്ന് മടക്കം സ്വീകരിക്കുമ്പോ ഏറ്റവും നല്ല നല്ല യാത്രയപ്പ് കിട്ടി. ആ രാജാക്കന്മാരൊന്നും സ്വപ്നം കാണാത്ത രീതിയിൽ സന്തോഷത്തോടെ മടക്കയാത്ര സ്വീകരിച്ചുകൊണ്ട് ആഖിറത്തിലേക്ക് പോയവർ പിന്നീട് അവരെ വാപ്പമാരും മറ്റും കാണുമ്പോ ഏറ്റവും നല്ല വീട്ടിലാണ് അവർ അന്തി ഉറങ്ങുന്നത്, ഏറ്റവും നല്ല ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്, ഏറ്റവും നല്ല പുതപ്പും വിരിപ്പുമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. കേട്ടിട്ടില്ലേ, ലോകം ഭരിച്ച നാട് ഭരിച്ച വലിയൊരു രാജാവല്ലേ ഹാറൂൺ റഷീദ്. ആ ഹാറൂൺ റഷീദിന് 16 വയസ്സുള്ളൊരു മോനുണ്ടായിരുന്നു. ഒരുപാട് ഇൽമു സ്വീകരിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിച്ച് തങ്ങളെ സുന്നത്ത് അക്ഷരം പ്രതി ജീവിതത്തിൽ സ്വീകരിക്കാൻ വല്ലാതെ മാർഗം കാണിച്ച് അതിനുവേണ്ടി അധ്വാനിച്ച് മുന്നോട്ട് നീങ്ങിയ ഹാറൂൺ റഷീദിന്റെ മകൻ 16 വയസ്സുള്ള ചെറിയ മോൻ രാജ്യത്തെ മുഴുവൻ രാജ്യപ്രതിനിധികളും വീട്ടിൽ വന്ന് അതേ രാജാവിന്റെ കൊട്ടാരത്തിലൊരു യോഗം നടക്കുന്നു. വലിയ വലിയ മന്ത്രിമാരും MLA മാരും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ കുട്ടി
ഒരു ചെറിയ ഈ കീറിപ്പറിഞ്ഞ വസ്ത്രവും ധരിച്ച് മുഷിഞ്ഞ വേഷത്തിൽ അതിലൂടെ ഒന്നിങ്ങനെ നടന്നു നീങ്ങുമ്പോ ആ കൂട്ടത്തിൽപ്പെട്ട അംഗങ്ങളിൽ രാജ്യസഭാംഗങ്ങളിൽപ്പെട്ട പലരും ചോദിച്ചു ധാര മോനാണ്. ഒരാള് പറഞ്ഞു ആയിരിക്കുന്ന രാജാവിന്റെ മോനാണ്. അവർക്കൊക്കെ വല്ലാത്തൊരു മുറുമുറുപ്പൊരു വിഷമം. അവര് രാജാവിനോട് പറഞ്ഞു നിങ്ങളെ മകൻ കണ്ടില്ലേ, ഹൈപ്പവറിൽ നടക്കേണ്ട അവൻ സാധാരണയുള്ള ഒരു രൂപമാണത്, കേടൊന്നുമല്ല. രാജാവിന്റെ മക്കളാകുമ്പോ കുറച്ചൊരു പവറൊക്കെ വേണ്ടേ, അതൊന്നും ഇല്ലാത്ത മുഷിഞ്ഞ വേഷത്തിൽ നടന്ന് ഞങ്ങളെ വഷളാക്കിയല്ലോ. അവരൊക്കെ പിരിഞ്ഞ ശേഷം രാജാവ് മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ലഖദ് ഫളഹ്തനി ബൈനൽ മുലൂക്, രാജാക്കന്മാർക്കിടയിൽ നീ എന്നെ വഷളാക്കി പോയല്ലോ ഈ വസ്ത്രമൊക്കെ ധരിച്ചിട്ട്. അപ്പൊ പറഞ്ഞു ബാപ്പ ഞാനൊന്നും വഷളാക്കിയിട്ടില്ല, എനിക്കിത് മതിയെന്ന് കരുതിയിട്ട് ഈ ദുനിയാവിന് ഇങ്ങനത്തെ ഒരു മുഖല്ലേ എന്നിട്ട് ഞാനിത് ധരിച്ചതാ. എന്നിട്ട് ആ മോൻ പറയുന്നു ബാപ്പ ഞാൻ നിങ്ങളൊന്നും വഷളാക്കിയിട്ടില്ല, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പുറത്ത് ചുമരിന്റെ മുകളിലിരിക്കുന്ന ഒരു പക്ഷിയിലേക്ക് ചൂണ്ടിയിട്ട് പറയുന്നു അയ്യുഹത്വാഇർ, ഓ പക്ഷി നിന്നെ സൃഷ്ടിച്ച റബ്ബിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് ഞാൻ പറയട്ടെ, നീയൊന്ന് പറന്നു വന്ന് എന്റെ കയ്യിലിരിക്കുമോ? അച്ചെറുപ്പക്കാരനത് പറയേണ്ട താമസം പക്ഷി അതാ അവിടെ നിന്ന് പാറി വന്നിട്ട് കയ്യിലിരിക്കുന്നു. തിരിച്ചു പോകാൻ വേണ്ടി പറയുന്നു, അവിടെ പോയിരിക്കുന്നു. രണ്ടാമത് വിളിക്കുന്നു പക്ഷി, അമീറായി ഭരണാധികാരിയായി ഈ രാജ്യം ഭരിക്കുന്ന എന്റെ വാപ്പാന്റെ കയ്യിലൊന്ന് വന്നിരിക്കുമോ? പക്ഷി അനങ്ങുന്നില്ല. കുട്ടി പറയുന്നു ലഖദ് ഫളഹ്തനി ബൈന ഔലിയാ ഇല്ലാ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർക്കിടയിൽ നിങ്ങൾ എന്നെ വഷളാക്കിയല്ലോ ബാപ്പാ. നിങ്ങൾക്ക് ഈ ദുനിയാവിനോടുള്ള ഒരു പ്രതിബദ്ധതയും മാത്രമായി പോയല്ലോ. എന്നിട്ട് ഞാൻ ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നില്ല, നിങ്ങൾ എനിക്ക് സമ്മതം തരണം, ഞാൻ പുറത്തെവിടെങ്കിലും പോയിട്ട് താമസിക്കട്ടെ. ഹാറൂൻ റഷീദ് സമ്മതം കൊടുക്കുന്നു. 16 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ വീട് വിട്ടിറങ്ങുമ്പോ ഉപ്പാനോട് രാജാവിനോട് പറയുന്നു 2 കാര്യങ്ങൾ എനിക്ക് വേണം. ഒന്നൊരു ഖുർആൻ തരണേ, ടൈം പാസിനൊരു ഖുർആൻ വാങ്ങുന്നു, ഓതാനാണത്. നിങ്ങൾ ധരിക്കുന്നൊരു മോതിരവും എനിക്ക് തരണം, അടയാളത്തിനാണ്. അത് രണ്ടും വാങ്ങിയിട്ട് ബസറയിലേക്ക് നാട് കടന്നുപോയി. ആ ബസറയിലെത്തി ശനിയാഴ്ച മാത്രം കൂലിപ്പണിക്ക് പോകും. അതേ പടവിന്റെ ജോലിയാണ് ഈ ചെറുപ്പക്കാരൻ നിർവഹിക്കുന്നത്. ആ ബസറ നാട്ടിൽ വലിയൊരു വായിലുണ്ട്, അബൂ അബ്ദില്ലാഹിൽ ബസരി, അബൂ ആമിറുൽ ബസരി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം പണിക്കാരനെ അന്വേഷിച്ച് നടക്കുന്നു. അങ്ങാടിയിൽ നിന്നൊരാൾ പറയുന്നു ഒരു പുതിയ പടവുകാരൻ വന്നിട്ടുണ്ട്, ഒരു ദിവസം നിങ്ങൾ 400 കല്ല് കൊടുത്താലും 1000 കല്ല് കൊടുത്താലും പെട്ടെന്ന് പണി തീർക്കുന്ന ആളാണ്. അബൂ ആമിറുൽ ബസരി റളിയല്ലാഹു അൻഹു അന്വേഷിക്കുന്നു. ചെറുപ്പക്കാരനെ കൊണ്ടുപോയി നീണ്ട ഒരു സ്ഥലത്ത് പടവ്, ഒരു മതിൽ പടുക്കാനാണ്. ഇന്ന് തന്നെ തീർത്തോണമെന്നില്ല, നാളെയും മറ്റന്നാളൊക്കെ തീർത്താ മതി എന്ന് പറഞ്ഞു. അന്ന് സാധാരണ ശനിയാഴ്ച മാത്രം പണിക്ക് പോകുന്ന ചെറുപ്പക്കാരൻ 2-3 ദിവസം കൊണ്ട് എടുക്കേണ്ട ആ പണി ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർത്തപ്പോ ഈ വലിയ പണ്ഡിതനായ അബൂ ആമിറുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ അമ്പിയാക്കളെ പ്രവർത്തനാണല്ലോ ചെയ്യുന്നത്, ഇത്ര വേഗത്തിൽ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നത് നബിമാർക്ക് അല്ലാഹു തആല കൊടുത്ത വലിയൊരു മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അങ്ങനത്തല്ലേ കിട്ടിയത്. ഖളിർ അലൈഹിസ്സലാം വീണുപോകാനായ ഒരു മതില് ഒരൊറ്റ താങ്ങൽ കൊടുത്ത് ഒന്നിങ്ങനെ ഇഷാറത്താക്കിയിട്ട് നിലനിർത്തിയില്ലേ? ഖുർആൻ അത് പറഞ്ഞില്ലേ? മണലൊന്നും കുഴച്ചിട്ടില്ല, സിമന്റ് ഒന്നും കുഴച്ചിട്ടില്ല, കൈ കൊണ്ടൊന്നിങ്ങനെ വെച്ച് തടഞ്ഞിച്ചപ്പോ റെഡിയായി, എല്ലാ ഭാഗവും റെഡിയായി. പൊളിഞ്ഞു വീഴാൻ പോകുന്ന എല്ലാ ഭാഗങ്ങളും പരിപൂർണതയിൽ നിന്നും. അത് അവർക്ക് അല്ലാഹു തആല കൊടുത്ത വലിയൊരു ഒരു ഭാഗ്യമാണ്, ഒരു വിഹിതമാണ്, ഒരു ബഹുമാനമാണ്. നിങ്ങൾക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ. കുട്ടിയൊന്നും മിണ്ടിയില്ല, ശനിയാഴ്ച മാത്രം പണിക്ക് പോകും, ബാക്കി 6 ദിവസവും നോമ്പ് നോൽക്കും. ആ നോമ്പ് നോൽക്കാനുള്ള അത്താഴത്തിനും നോമ്പ് തുറക്കാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷെ അപ്പോഴും ഖൽബിന്റെ അടിത്തട്ടിലും പ്രവർത്തനത്തിലും ഏറ്റവും കൂടുതൽ മുന്നോട്ട് നിർത്തിയിരുന്നത് മോഡലുകളെയല്ല, താരങ്ങളെയല്ല, സിനിമാ നടി നടന്മാരെയല്ല, സൂപ്പർ സ്റ്റാറുകളെയല്ല, ലോകത്തെ ഏറ്റവും വലിയ സ്നേഹിക്കപ്പെടുന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വെച്ച് തങ്ങളെ കൊണ്ട് മാത്രം ജീവിതത്തിന്റെ ശൈലികളൊക്കെ സ്വീകരിച്ച് ജീവിച്ച മഹാനാണ് ഈ ചെറിയ ചെറുപ്പക്കാരൻ. അങ്ങനെ വളർന്നു വന്ന് കുറച്ചു കാലം ബസറയിൽ താമസിക്കുന്നു. ഈ
മഹാപണ്ഡിതന്റെ വീട്ടിലെ പണി കഴിഞ്ഞ് വീട്ടും പോയി. മരുഭൂമിയിൽ എവിടെയോ ഒരു ടെന്റ് കെട്ടിയിട്ടാണ് താമസം. പിന്നെയും അദ്ദേഹത്തിന് ഒരു പണിക്ക് ഈ ചെറുപ്പക്കാരനെ തന്നെ കിട്ടണം. അന്വേഷിച്ച് നടക്കുമ്പോ ജനങ്ങൾ പറഞ്ഞു മരുഭൂമിയിൽ അവിടെ എവിടെയോ കണ്ടിട്ടുണ്ട്. അബൂ ആമിറുൽ ബസരി തങ്ങളെ രണ്ടാമതും പണിക്ക് വിളിക്കാൻ വേണ്ടി വന്നപ്പോ പറഞ്ഞു, അബൂ ആമിറേ, ഒന്ന് അടുത്തിരിക്കുമോ? ചില കാര്യങ്ങളൊക്കെ പറയാനാ. ആ മഹാപണ്ഡിതൻ ഒന്ന് അടുത്തിരുന്നു കൊടുത്തു. എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഒന്നുമല്ല, ഞാനിതാ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ദുനിയാവിൽ നിന്ന് യാത്ര പറയുകയാണ്. ഇനി നിങ്ങൾ എന്നെ പണിക്ക് വിളിക്കണ്ട. ഈ ദുനിയാവിൽ പാകത്തിനുള്ള പണിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് യാത്രയാകാൻ പോവുകയാണ്. ഞാൻ മരണപ്പെട്ടാൽ നിങ്ങളെ കൈകളെ കൊണ്ട് എന്നെ കുളിപ്പിക്കണേ. കണ്ടില്ലേ ഞാൻ ഈ ധരിക്കുന്ന ഈ വസ്ത്രം, ഈ വസ്ത്രത്തിൽ എന്നെ കഫൻ ചെയ്യണം. അബൂ ആമിർ തങ്ങൾ ചോദിച്ചു, ഇത് പഴയ വസ്ത്രമല്ലേ, പുതിയത് വാങ്ങണ്ടേ? പുതിയത് എനിക്ക് വേണ്ട. അൽ ഹയ്യു അഹ്വജു ഇലൽ ജദീദ്, ജീവിച്ചിരിക്കുന്ന ആളാണല്ലോ പുതുവസ്ത്രം ധരിക്കേണ്ടത്. ഞാൻ മടങ്ങിപ്പോകുന്നവനല്ലേ, എനിക്കിത് മതി. വസ്ത്രം നുരുമ്പിയാലും അമലുള്ള ശരീരം നുരുമ്പൂലല്ലോ. വസ്ത്രത്തിനല്ലല്ലോ മികവ് കാണിക്കേണ്ടത്. അതുകൊണ്ട് പുതിയതൊക്കെ ദുനിയാവിൽ ആഘോഷങ്ങൾക്കും മറ്റൊക്കെ ധരിക്കുന്നതാണ്. നിങ്ങൾ ഈ പഴയതിൽ തന്നെ എന്നെ കഫൻ ചെയ്യണം. നിങ്ങളെ കൈകൊണ്ട് മൺവെട്ടിയിട്ട് ഖബർ കുഴിക്കണം. ആ ഖബറിൽ എന്നെ നിങ്ങളെ കൈകൊണ്ട് വെക്കണം. ഈ ഒരു കുട്ടിക്ക് കിട്ടുന്ന ഭാഗ്യം നോക്കി. ആ നാട്ടിലെ മഹാപണ്ഡിതന്റെ കൈകൊണ്ട് തന്നെ ഇതൊക്കെ നിർവഹിക്കണമെന്നല്ലേ കുട്ടി പറയുന്നത്. അവസാനം പറഞ്ഞു, ഞാൻ എന്നെ ഖബറിലേക്ക് നിങ്ങൾ വെച്ച ശേഷം നിങ്ങൾ ഈ കാണുന്ന മുസ്ഹഫും ഈ കാണുന്ന മോതിരവും എന്റെ ബാപ്പാക്ക് കൊണ്ടുപോയി കൊടുക്കണം. ആരാണ് ബാപ്പയെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് പറയുന്നത്, എന്റെ ബാപ്പാനെ നിങ്ങൾക്കറിയും, പക്ഷേ ഇതുവരെ ഞാൻ ആരോടും ആ മേൽവിലാസം പരിചയപ്പെടുത്തിയിട്ടില്ല. ഹാറൂൻ റഷീദാൻ. അബൂ ആമിർ തങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. ഒരു രാജാവിന്റെ മോനോ ഇങ്ങനെ കൂലിപ്പണിയെടുത്തുകൂടാൻ വേണ്ടി വന്നിരിക്കുന്നത് അത്ഭുതം തന്നെ. എന്നിട്ട് ഉപദേശം കൊടുക്കുന്നു, യാ സാഹിബി ലാ തഗ്തരിർ ബിതനഉമി ഫൽ ഉംറു യൻഫദു വന്നഈമു യസൂലു വഇദാ ഹുമിൽത ഇലൽ ഖുബൂരി ജനാസതൻ ഫലം ബിഅന്നക ബഅദഹാ മഹ്മൂലു. കൂട്ടുകാരാ, സുഖം കണ്ടിട്ട് ചതിയിൽ വിട്ടുപോകണ്ട. അതർപ്പങ്ങൾ ഇവിടെയല്ല കൂടുതലുള്ളത്. ഇവിടെയുള്ള സുഖങ്ങളൊക്കെ നീങ്ങിപ്പോകും. ആയുസ് കാലം തീർന്നു പോകും. എത്ര ജീവിച്ചാലും ആയുസ് തീരുമല്ലോ. അതുകൊണ്ട് ഖബറിലേക്കൊരു ജനാസയായി നിന്നെ ചുമക്കപ്പെട്ടു കൊണ്ടുപോകുന്നൊരു രംഗമുണ്ട്. അന്ന് നിനക്കത് ഓർമ്മയുണ്ടായാൽ പോരാ. വാള് പറയുന്ന ഉസ്താദിനോട് ചെറുപ്പക്കാരൻ ഉപദേശം കൊടുക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് സുന്ദരമായി കിടന്നിട്ട് സത്യസാക്ഷ്യ വചനം ഉറക്ക ചൊല്ലിയിട്ട് ആ ചെറുപ്പക്കാരൻ വിടവാങ്ങിപ്പോയി. ആ മഹാനുഭാവന്റെ കരങ്ങളെ കൊണ്ട്, ആ പണ്ഡിതന്റെ പരിശുദ്ധമായ കരങ്ങളെ കൊണ്ട് കുളിപ്പിച്ച് തജ്ഹീസ് മുഴുവനും നിർവഹിച്ച് അതേ കഫൻ ചെയ്ത് ഖബറിലേക്ക് വെച്ച ശേഷം ആ മുസ്ഹഫും മോതിരവും എടുത്തിട്ട് രാജസന്നിധിയിലേക്ക് പോകുന്നു. ഹാറൂൻ റഷീദിന്റെ അടുത്ത് പോയിട്ട് പറയുന്നു, ഇത് നിങ്ങളെ മോൻ തന്നതാ. ഏത് മോന്? ഞങ്ങളെ ബസറ നാട്ടില് ശനിയാഴ്ച കൂലിപ്പണിയെടുത്ത് ജീവിച്ചൊരു മോനുണ്ട്. എന്ത് പണിയാണ് എന്റെ മോനെടുത്തിരുന്നത്? അതേ കല്ലും മണ്ണും കൂട്ടിയിട്ടുള്ള പടവിന്റെ ജോലിയാണ്. ബാപ്പ പറയുന്നു, എന്റെ മോനെ കൊണ്ട് നിങ്ങൾ അങ്ങനെ പണിയെടുപ്പിച്ചോ? എന്റെ മോന് എന്നോടല്ല കൂടുതൽ കണക്ഷൻ. വലഹു ഇത്തിസാലുൻ ബിറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മോന് കൂടുതൽ ആത്മബന്ധമുള്ളത് അള്ളാഹുവിന്റെ റസൂലിനോടാണ്. നിങ്ങളെ കൈകൊണ്ടാണോ എന്റെ മകനെ കുളിപ്പിച്ചത്? ആ കൈയൊന്ന് നീട്ടിത്തരൂ, ഞാനൊന്ന് ചുംബിക്കട്ടെ. കൈ ചുംബിച്ച ശേഷം മുസാഫ്
സലാമും മോതിരവും കൊടുത്ത ശേഷം എന്റെ മകൻ എന്നോട് വല്ല നിർദ്ദേശങ്ങളും പറഞ്ഞിരുന്നോ? അതെ, നിങ്ങളെ മകൻ നിങ്ങളോടൊരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. എന്റെ ബാപ്പാനോട് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞൊരു വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ വസിയ്യത്ത്? ലാ തദൂമന്ന ഫീ ഗഫലത്തി ദുനിയാ, എന്നും ദുനിയാവിന്റെ അശ്രദ്ധയിലും മലംഭാവത്തിലുമായി സമയം തീർത്തുപോകണ്ട. ആഖിറമുണ്ടെന്നൊരു ബോധം രാജാവായ ബാപ്പക്കും വേണം കേട്ടോ. മരണം ഈ ബാപ്പക്കും വരാനുള്ളതാ. ഹാറൂൻ റഷീദ് കുറെ കരഞ്ഞു. മകന് വേണ്ടി ദുആ ചെയ്തിട്ട് പറഞ്ഞു, ഖബറൊന്ന് കാണിച്ചു തരുമോ? ഖബറിന്റെ അടുത്ത് പോയി നിന്നപ്പോ ആ ഉപ്പാന്റെ ഹൃദയം പൊട്ടിപ്പോയി. വല്ലാതെ കരഞ്ഞു ദുആ ചെയ്തു. ജനാസ നിസ്കരിച്ചു. തിരിച്ചു വന്നിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ മകനെ കാണുന്നു. പരിസരത്ത് ഒരുപാട് സ്വാലിഹീങ്ങളുണ്ട്, അവരെ ഒന്നും തിരിയുന്നില്ല. മകൻ ഇരിക്കുന്നത് പട്ടിന്റെ മെത്തയിലാ. ദുനിയാവിൽ പഴകിയ വസ്ത്രം ധരിച്ചിട്ട് രാജാക്കന്മാര് പലതും പറഞ്ഞപ്പോ, എന്റെ ദീനും എന്റെ ആഖിറവും നിങ്ങളെ കൂട്ടത്തിൽ നിന്നാല് ഞാൻ ത്വലാഖ് ചെല്ലേണ്ടി വരുമെന്ന് പറഞ്ഞ് കൊട്ടാരം വിട്ടിറങ്ങിയ മോന് ഖബറിൽ കൊട്ടാരമാണ്, സുഭിക്ഷമായ ഭക്ഷണമാണ്, നല്ല പാനീയമാണ്. ഞാൻ എന്റെ മോനോട് ചോദിച്ചു, മോനെ അല്ലാഹു എങ്ങനെ പരിഗണിച്ചു മോനെ? മകൻ പറയുന്നു, ബാപ്പാ അല്ലാഹു എന്നൊരു ആദരിച്ചിട്ടുണ്ട്, ഒരു സൽക്കാരം സൽക്കരിച്ചിട്ടുണ്ട്. ദുനിയാവിൽ അങ്ങനത്തെ ഒരു ആദരവും ഒരു സൽക്കാരവും ഒരൊറ്റ കുട്ടിയും കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്നെ പോലെ ജീവിക്കുന്നവർക്ക് ഇവിടെ സന്തോഷമാണെന്ന മകൻ വസിയ്യത്ത് എന്നോട് ചെയ്തിട്ടുണ്ടെന്ന് ഹാറൂൻ റഷീദ് എന്ന ബാപ്പ പറയുമ്പോ, ദുനിയാവിന്റെ അലങ്കാരത്തിൽ വിട്ടിട്ട് ദീനും ആഖിറവും മറക്കണ്ട. പോകാനുണ്ടെന്നൊരു ഓർമ്മ പോകണ്ട, മടങ്ങാനുണ്ടെന്നൊരു ബോധം വേണം, നാട്ടിലേക്ക് പോകാനുണ്ടെന്നൊരു ഓർമ്മ വേണം, ഇത് സ്വദേശമല്ലെന്നൊരു ചിന്ത വേണം. ആ സ്വദേശത്തേക്ക് വേണ്ടി പണിയെടുക്കണം. പോകുന്ന യാത്ര നന്നാകണം, പോയി കിടക്കുന്ന സ്ഥലം കെങ്കേമാകണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ദുആർക്കാൻ പോവുകയാണ്. സ്വലാത്തുകളിൽ എല്ലാവരും സംബന്ധിക്കണം. 8 വർഷത്തോളമായി ഇവിടെ സ്വലാത്ത് നടന്നു വരുന്നു. മഹാരഥന്മാര് തുടങ്ങി തന്ന സ്വലാത്തിൽ ഈ പ്രദേശത്തുള്ള എല്ലാവരും പങ്കെടുക്കണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിനൊരു നിദാനമാണ്. നല്ല എല്ലാ കാര്യങ്ങളോടും സഹവാസം വേണം. ഈ ഉറൂസ് മുബാറക്കിന് സഹായങ്ങൾ ചെയ്യണം. ദീനീ ഖിദ്മത്തിന് വേണ്ടി സമയം കളഞ്ഞിട്ട് നമുക്ക് നഷ്ടം സംഭവിച്ചാലും ഖേദം തോന്നാതെ നമ്മുടെ ഒരു വാക്കുകൊണ്ട്, നമ്മുടെ ഒരു നടത്തം കൊണ്ട്, നമ്മുടെ ഒരു പണം കൊണ്ട്, നമ്മുടെ ഒരു സഹകരണം കൊണ്ട് അള്ളാഹിന്റെ ദീനിനൊരു ഹയാത്ത് കിട്ടിയാൽ അള്ളാഹ്ക്കത് വലിയ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. എന്നിട്ട് ജീവിതം സമ്പുഷ്ടമാക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ സദസ്സ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. കുറഞ്ഞ അടയാളങ്ങൾ ബർക്കത്തിന് വേണ്ടി എണ്ണിയതാണ്. ധാരാളം ഇനിയും ബാക്കിയുണ്ട്, വിഷയങ്ങൾ ബാക്കിയുണ്ട്. മറ്റു സന്ദർഭങ്ങളിലൊക്കെ പഠിക്കാനും പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് ദുആയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും കയ്യിലുള്ള നല്ല സ്വതക്കകൾ കൊണ്ടുവരണം. ഇന്നലെ സംഭാവന വാങ്ങിയിട്ടില്ല അല്ലേ?